ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് റിഡോക്സിന്റെ തേർഡ് ക്ലാസ് ആണ്. അപ്പോ ഫസ്റ്റ് ക്ലാസ്സിലെടുത്ത കണ്ടന്റ് റിഡോക്സിന്റെ ഡെഫിനിഷൻ ആണ്. എന്തായിരുന്നു റിഡോക്സിന്റെ ഡെഫിനിഷൻ? ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഈസ് നോൺ ആസ് റിഡോക്സ്. അത് കഴിഞ്ഞിട്ട് ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് റിഡോക്സ് ഡെഫിനിഷനിൽ പറയാണ് അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ, ഓർ എന്തായിരുന്നു ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റീവ് അല്ലേ? അപ്പൊ ക്ലോറിൻ ആഡ് ചെയ്താലും എന്താ ഓക്സിഡേഷൻ ആണ്. ഓക്കെ, ദെൻ ഓർ എന്തായിരുന്നു റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം. ഇതാണ് ഓക്സിഡേഷന്റെ ഡെഫിനിഷൻ. അപ്പൊ റിഡോക്സ് എന്ന് പറയുമ്പോൾ റിഡക്ഷൻ വരും അല്ലെ? റിഡക്ഷൻ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി അല്ലെ? അപ്പൊ എന്തായിരിക്കും റിഡക്ഷനുള്ള ഡെഫിനിഷൻ പറയുന്നത്? അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഓർ ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം ഓർ റിമൂവൽ ഓഫ് ഓക്സിജൻ ഓർ ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. അതാണ് റിഡക്ഷൻ പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ 10th വരെ പഠിച്ചതാണ്, അതിന്റെ എക്സാമ്പിൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ ബേസ് ചെയ്തിട്ട് അവിടെ പറയുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ. ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ പറഞ്ഞു ഉള്ള ഏരിയ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഈ പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ്. അവിടെ നമ്മൾ പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്സിഡേഷൻ നമ്പറിന് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആണ് ആദ്യം പറയേണ്ടത്. ഓക്കെ, അപ്പൊ ആ സെറ്റ് ഓഫ് റൂൾസില് ഫസ്റ്റ് റൂൾ നമ്മൾ പറയുന്നത് എന്തായിരുന്നു? സെറ്റ് ഓഫ് റൂളില് ഫസ്റ്റ് റൂൾ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആറ്റം ഉണ്ട്, അത് അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണ് എങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0. Cl2 എഴുതി കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, Na സോഡിയം അല്ലെ, ആരുമായിട്ട് ജോയിൻ ചെയ്യുന്നില്ല, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 0. അപ്പൊ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആണെങ്കിൽ 0. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യമാണ് സെക്കൻഡ് പോയിന്റിൽ മെയിൻ എന്തായിരുന്നു? ചാർജ് Al3+ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 3+. ദെൻ O2- അങ്ങനെ എഴുതി കഴിഞ്ഞാൽ -2. അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ മെറ്റൽ ഓർ ഗ്രൂപ്പ് അതിനൊരു ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് ആണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഇതാണ് സെക്കൻഡ് റൂൾ. തേർഡ് റൂളില് മെയിൻ ആയിട്ട് പറയുന്നത് എന്തായിരുന്നു? ഓക്സിജൻ അല്ലെ? ഓക്സിജന് ജനറൽ ഓക്സൈഡ്സുകളെല്ലാം, ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? CaO കാൽസ്യം ഓക്സൈഡ്, MgO അല്ലെ, H2O, അങ്ങനെ ജനറലി ഓക്സിജൻ ആയിട്ട് വരുന്ന എല്ലാ കോമ്പൗണ്ടുകൾക്കും -2. അത് ഫിക്സ്ഡ് ആണ്, മാറില്ല. പക്ഷെ രണ്ട് എക്സ്ട്രാ കണ്ടീഷൻ വരുന്നുണ്ട്. പെറോക്സൈഡ് കാണാതെ പിടിച്ചിരിക്കണം, H2O2. പെറോക്സൈഡ് എന്താ? H2O2. അവിടെ ഓക്സിജന്റെ ചാർജ് -1. സൂപ്പർ ഓക്സൈഡ് എക്സാമ്പിൾ ഉണ്ട്, അതേ ഉള്ളൂ. എന്തായിരുന്നു? KO2. കിട്ടും ഉണ്ടോ? KO2ല് -12 ഇവിടെയാണ് പറഞ്ഞത് അല്ലെ? KO2 -12. അപ്പൊ അങ്ങനെ ഓർത്ത് നോക്കാം, -12 ആണ് KO2 കേട്ടോ. ഓക്കെ, അപ്പോ ക്ലിയർ ചെയ്യാം. ഓൺലൈനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ദെൻ KO2 അപ്പൊ സൂപ്പർ ഓക്സൈഡ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പറയുന്നത് ഹൈഡ്രജന്റെ കാര്യമാണ് അല്ലെ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിൽ നോർമൽ ഹൈഡ്രജൻ എല്ലാം എന്താ? +1 ആണ്. ഹൈഡ്രൈഡ് NaH അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെന്ത് വരും? -1. അപ്പോ അങ്ങനെ ഹൈഡ്രജന്റെ റീസൺ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഫ്ലൂറിന് -1 ഫിക്സ്ഡ് ആണ്. ദെൻ എക്സാമ്പിൾ ആയിട്ട് വരുന്ന കോമ്പൗണ്ടുകളിൽ ഏത് കോമ്പൗണ്ട് വന്നാലും ഫ്ലൂറിന് -1, അത് ഫിക്സ്ഡ് ആയിട്ട് ഓർത്ത് നോക്കുക. ദെൻ ഫ്ലൂറിന്റെ ഫാമിലിയിൽ ബാക്കി ആരൊക്കെയുണ്ട്? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇവർക്കും ജനറലി -1 ആണ്. പക്ഷേ എന്താണ്? സംടൈം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഓക്സിജൻ ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്താൽ OCl2 അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ വന്നു കഴിഞ്ഞാൽ മാത്രം അതെന്താവും? പോസിറ്റീവ് ആവും. ClO2 അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ വന്നാൽ പോസിറ്റീവ് ആവും. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്ന ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ആവറേജ് സം അല്ലെ? അല്ലെങ്കിൽ ഓൾജിബ്രിക് സം ഓഫ് പെർട്ടിക്കുലർ കോമ്പൗണ്ട് അതെന്തായിരിക്കും? ജനറലി 0. ഇതാണ് ലാസ്റ്റ് റൂൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇത്രയാണ് ടെക്സ്റ്റ് ബുക്കിലെ റൂള്. പക്ഷെ ഇത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടി ഒരു പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് എല്ലാം എഴുതി. ആരൊക്കെയായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം അല്ലെ? ആ പറയുന്ന റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ആ ഫസ്റ്റ് ഗ്രൂപ്പിന് എന്തായിരിക്കും? +1. സെക്കൻഡ് ഗ്രൂപ്പ് ആരായിരുന്നു? സെക്കൻഡ് ഗ്രൂപ്പ് മെഗ്നീഷ്യം. തൊട്ട് താഴെ ആരാണ്ട്? ബെർലിയം, മെഗ്നീഷ്യം അല്ലെ? ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇവർക്കെല്ലാം +2. ദെൻ 13th ഗ്രൂപ്പ് അലൂമിനിയം അല്ലെ? ബോറോൺ അവർക്കെല്ലാം +3. ഇത്രയും കൂടി പഠിച്ചു വെക്കണം ഇത് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിയതാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡോക്സ്. 4 ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ്,
പിന്നെന്തായിരുന്നു? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ ഇപ്പൊ ചോദിക്കും കേട്ടോ, ഓർത്ത് നോക്കാം, കാരണം കിട്ടണം. ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവർക്കും കൊണ്ടും പറയിപ്പിച്ച ഉള്ള ആൾക്കാർ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ അല്ലെ, സൈമൾട്ടേനിയസ്ലി ആണ് വന്നു കഴിഞ്ഞാൽ അതിനെ റിഡോക്സ് വിളിച്ചു. പക്ഷെ അതൊരു സിംഗിൾ എലമെന്റ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് സൈമൾട്ടേനിയസ്ലി ഇൻ എ പെർട്ടിക്കുലർ എലമെന്റ് അല്ലെ, ഒരു സിംഗിൾ എലമെന്റ്. അത് വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ഓക്കെ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പൊ അങ്ങനെ വരുന്ന ആ ഡിസ്പ്രപ്പോർഷനേഷൻ കൂടി ഒന്ന് ഓർത്തു വെക്കാം. ഇത് കഴിഞ്ഞിട്ട് അടുത്ത എന്തായിരുന്നു? നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ബാക്കില് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഏത്? നമ്മൾ പ്രൂവൺ ചെയ്യാൻ വേണ്ടി, ഓക്സിഡേഷനും റിഡക്ഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പ്രൂവൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിനെല്ലാത്തിനും ഓരോ എക്സാമ്പിൾ എഴുതി അല്ലെ, മെയിൻ ആയിട്ട് ചെയ്ത് ഓരോ എക്സാമ്പിൾ ചെയ്തു. പിന്നെ ഇതിന് അസൈൻ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഒക്കെ എഴുതി. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇപ്പോ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരുന്ന 5 സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, 5 സ്റ്റെപ്സ്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. ആ 5 സ്റ്റെപ്പ് എന്തായിരുന്നു? ബാലൻസിങ് റിഡോക്സ്. അവിടെ വരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ബാലൻസിങ് റിഡോക്സിൽ 5 സ്റ്റെപ്പ് ഏതൊക്കെയായിരുന്നു? Write the skeletal equation. Step 1, write the skeletal equation. Step 2, assign oxidation number. Step 3, increase or decrease oxidation number and make them equal. Step 4, acidic medium, addition of H plus, basic medium, OH minus. Play ortho. Then 5th step, last step എന്തായിരുന്നു? Counting the hydrogen atom, add appropriate number of വാട്ടർ മോളിക്യൂൾ കേട്ടോ. ഓക്കെ, അപ്പൊ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്ന 5 സ്റ്റെപ്പുകളാണ് 5 സ്റ്റെപ്പ്. സിയോൺ ആണ് നമുക്ക് വേണ്ടി പറയുന്നത്, കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാരോട് ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ദെൻ സിയോൺ വേഗം പറഞ്ഞു. And make them equal. Step 4. Reaction occurs in acidic medium, add H plus ion, and in basic medium, add OH minus ion. Last step. Count the hydrogen atoms and add appropriate number of water molecule. Add appropriate number of വാട്ടർ മോളിക്യൂൾ. സൂപ്പർ ആയിട്ട് പറഞ്ഞു കേട്ടോ, ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലെങ്കിൽ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ എക്സാമ്പിളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, നിങ്ങൾ വരുന്നതിന് മുമ്പ് കേട്ടോ, ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, കാരണം ചില സമയത്ത് ഇത് ഞാൻ ഒരു 4:45 ഓൺ ആക്കി വെച്ചേക്കുന്നതായിരുന്നു. നിങ്ങൾ വൈകി ആണോ വന്നത്, അതോ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായോ സാമൂലെ? വൈകിയോണ്ടാണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചേ ചില സമയത്ത് ഗൂഗിളില് ഈ ഇതില് വരാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയണ്ട. അങ്ങനെയാണെങ്കിൽ കേട്ടോ മിസ്സിനെയോ അല്ലെങ്കിൽ എന്നെയോ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ചില സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ഇത് ലോഗ് ഔട്ട് ചെയ്ത് വീണ്ടും കയറേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു പറഞ്ഞു കേട്ടോ. ഓക്കെ, then ഇതിന്റെ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഒന്ന് എഴുതണം കേട്ടോ, വേഗം എഴുതുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒന്ന് എഴുതിക്കോ കേട്ടോ എല്ലാവരും. ആ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് അത് 2 ചെയ്യാന്നുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം 7.8 ആണ് കേട്ടോ. പ്രോബ്ലം 7.8 ടെക്സ്റ്റ് ബുക്ക് ബാക്ക് അല്ല, അതിനകത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോബ്ലം 7.8. Write the net ionic equation. Question എഴുതിക്കോട്ടോ. Write the net ionic equation. Write the net ionic equation for the reaction of potassium dichromate. For the reaction of potassium dichromate. Potassium dichromate. ബ്രാക്കറ്റില് റോമൻ ലെറ്ററിൽ 6. റോമൻ ലെറ്ററിൽ 6 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം +6 എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഓക്കെ, +6 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അതിന്റെ ഫോർമുല വന്നിട്ട് K2Cr2O7. K2Cr2O7 with sodium sulfate. With sodium sulfite. With sodium sulfite. ഫോർമുല വന്നിരിക്കുന്നത് Na2SO3.
Na2SO3. സോഡിയം സൾഫൈറ്റ്, HITE ആണ് കേട്ടോ, സൾഫൈറ്റ്. സൾഫേറ്റ് വേറെയാണ്, സൾഫേറ്റ് SO4, സൾഫൈറ്റ് SO3 കേട്ടോ, സൾഫൈറ്റ് Na2SO3, കോമ in an acidic solution, in an acidic solution, in an acidic solution to give chromium in bracket +3 ion, acidic solution to give chromium bracket 3 ion. 3 എന്ന് പറഞ്ഞാൽ റോമൻ ലെറ്ററിലായിരിക്കും 3 കൊടുക്കുന്നത്, അതിന്റെ അർത്ഥം അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 എന്നാണ് കേട്ടോ. ആൻഡ് ദ സൾഫേറ്റ് അയോൺ, ആൻഡ് ദി സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? SO4 അല്ലെ, സൾഫേറ്റ് അയോൺ. ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ, ഓർത്ത് നോക്കാം. റൈറ്റ് ദ നെറ്റ് അയണിക് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഓക്കെ, ദെൻ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞോ തുടങ്ങിയോ. അപ്പൊ എന്ത് ചോദിച്ചാലും സ്റ്റെപ്പുകൾ കറക്റ്റ് ആയിട്ട് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി വെച്ചോ, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട്. സ്റ്റെപ്പ് 1 എഴുത്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് 1 ഹൈഫൺ റൈറ്റ് ദി skeletal ionic equation കേട്ടോ, വേഗം എഴുതാം. റൈറ്റ് ദി skeletal ionic equation, റൈറ്റ് ദി skeletal ionic equation. എങ്ങനെയായിരിക്കും, ഏതായിരിക്കും അയണിക് ഇക്വേഷൻ? ഒന്ന് വായിച്ചത്. K2Cr2O7 അല്ലെ. K2Cr2O7 നിന്ന് പൊട്ടാസ്യം മാറ്റണം, മെറ്റൽസ് മാറ്റണം. മെറ്റൽ മാറ്റി കഴിയുമ്പോൾ എന്തായിരിക്കും? Cr2O7, അതാണ് അയണിക് ഇക്വേഷൻ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, Cr2O7 2- ഏതാ? പക്ഷെ ഇവിടെ ഓർത്ത് നോക്കുക, ഇതില് ഈ പറയുന്ന കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഈ കോമ്പൗണ്ട് ഇപ്പൊ SO4 എന്നൊക്കെ പറയുന്ന പോലെ ഈ കോമ്പൗണ്ട് ഒരു അയോൺ ആയിട്ട് നിൽക്കുന്നതാണ്, രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, Na2SO4 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? Na+ and SO4-, അവരൊരു ഗ്രൂപ്പാണ്. അങ്ങനെ ഗ്രൂപ്പായിട്ട് ചാർജ് ഉള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഫ്രീ റാഡിക്കൽ. എന്താ വിളിക്കുന്നത്? ഫ്രീ റാഡിക്കൽ. ഈ Cr2O7 ഇതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അതൊരു ഒറ്റ മോളിക്യൂൾ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഏകദേശം നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ K2Cr2O7 ആരെയാണ് മാറ്റാൻ പറ്റുക? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള പൊട്ടാസ്യം മാറ്റും. അപ്പൊ എന്ത് കിട്ടും? Cr2O7 2- കേട്ടോ. ഓക്കെ, അപ്പോ 2- ആവാൻ കാരണം എന്താ? പൊട്ടാസ്യം എത്രയായിരുന്നു ചാർജ്? 1 അല്ലേ. ഇപ്പൊ 2 പൊട്ടാസ്യം റിമൂവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് പോകും അല്ലെ. പോസിറ്റീവ് പോകുമ്പോൾ എന്താവും? നെഗറ്റീവ് ആകും കേട്ടോ. ഓക്കെ, പുറത്തു വെക്കുക. മെറ്റൽസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റൽസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം നെഗറ്റീവ്. അപ്പോ ആ 2 പൊട്ടാസ്യം പോയി. അപ്പോ Cr2O7 2- പ്ലസ് എന്തായിരിക്കും ഇതിലേക്ക് ഇട്ടത്? നിങ്ങൾ പറയാം, എന്നിട്ടേ എഴുതുള്ളൂ. ഒന്ന് വായിച്ചേ. ഇതിലേക്ക് എന്താ ഇടുന്നേ? പറയേ. സോഡിയം സൾഫൈറ്റ് അല്ലെ, സൾഫൈറ്റ്. സോഡിയം സൾഫൈറ്റിന്റെ ഫോർമുല ഒരു വന്നിട്ടുണ്ട്. എന്തായിരുന്നു വന്നത്? Na2SO3 അല്ലെ. അപ്പൊ 2 സോഡിയം മാറിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തായിരിക്കും വരുന്നത്? SO3 2-. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ലീഗലായിട്ട് റൂളായിട്ട് എഴുതാൻ പറ്റില്ല. മെറ്റൽസ് ആയിട്ടുള്ള എന്തൊക്കെ തന്നാൽ മാറ്റാം നിങ്ങൾക്ക്? പൊട്ടാസ്യം ആൻഡ് സോഡിയം. ബാക്കി തന്നാൽ മാറ്റാൻ പാടുമ്പോ ഇല്ല. FeSO4 അല്ലെ. അപ്പോ അങ്ങനെയുള്ള കോമ്പൗണ്ടുകളിൽ നിന്ന് നമുക്ക് Fe മാറ്റാൻ പറ്റും. പക്ഷെ ഇതുപോലെയുള്ള കോമ്പൗണ്ടുകളിൽ നിങ്ങൾക്ക് തരുമ്പോൾ മിക്കപ്പോഴും എന്തേ തരുള്ളൂ? ഈ പറയുന്ന ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയോൺസ് കിട്ടും. എന്താ കിട്ടുന്നത്? അയോൺസ്. ഇപ്പൊ NaCl, Na+ and Cl-. അതാണ് അയോണിക് ഇക്വേഷൻ. ആ വേർഡ് ശ്രദ്ധിച്ചോ, അയോണിക് ഇക്വേഷൻ. അയോൺസുകളാക്കണം. അപ്പോ ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് മാറ്റുമ്പോൾ അയോൺസ് കിട്ടി. ഓക്കെ, ദെൻ Cr2O7 2- plus SO3 2- gives എന്താ കിട്ടിയേ? പറയേ. 4 സ്കെലറ്റൽ ഇക്വേഷൻ ആവുള്ളൂ. എന്തായിരുന്നു കിട്ടിയത്? ക്രോമിയം അയോൺ. ക്രോമിയം എത്ര കിട്ടുന്നെന്ന് പറഞ്ഞവര്? 3 അല്ലെ. അപ്പൊ Cr3+ കിട്ടി. ഓക്കെ, പിന്നെ എന്തായിരുന്നു വേണ്ടത്? സൾഫേറ്റ്. സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? SO4. എത്ര ചാർജ് SO4 2- കേട്ടോ, അതറിയണം. NO3 ചാർജ് എത്രയാ? NO3
ചാർജ് എത്രയാ? 90 പഠിപ്പിക്കുന്ന NO3 HNO3 ഇല്ല. HNO3 എന്ന് ആലോചിച്ചോക്കെ, H പ്ലസ് ആൻഡ് NO3 മൈനസ്. കണ്ടോ? ഓർത്ത് വെക്കാം. അപ്പൊ എന്ത് കിട്ടും? NO3 മൈനസ് ആണ് കേട്ടോ. ഓർത്ത് വെക്കാം, NO3 മൈനസ് ആണ്. NO3 മൈനസ്. കാർബണേറ്റ് എത്രയാ? 2 മൈനസ്. സൾഫേറ്റ് എത്രയാ? 2 മൈനസ്. സൾഫേറ്റ്, സൾഫൈറ്റ്, സൾഫൈഡ് എല്ലാത്തിനും 2 മൈനസ് ആണ്. സൾഫേറ്റ് SO4 2 മൈനസ്. സൾഫൈഡ് SO3 2 മൈനസ്. then sulfide S2 മൈനസ്. ഹൈഡ്രജൻ സൾഫൈഡ് H2S അല്ലെ, റോട്ടൻ എഗിന്റെ ഒക്കെ സ്മെല്ലുള്ള H2S, ഹൈഡ്രജൻ സൾഫൈഡ്. കണ്ടോ? ഓർത്ത് വെക്കാം. അപ്പോ ഈ പറയുന്നത് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മെയിൻ ആയിട്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് ഫോസ്ഫേറ്റ് എത്രയാ? ഫോസ്ഫേറ്റ് പല്ലൊക്കെ ഇല്ലേ? പല്ലിന്റെ പേരെന്തായിരുന്നു? കഴിഞ്ഞ വർഷം പഠിച്ചതാണ് 10th. കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം എത്രയാ? നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത് ചെറിയ ക്ലാസ്സിൽ? കാൽസ്യം കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതല്ലേ? എങ്ങനെയാ കാൽസ്യത്തിന്റെ ചാർജ്? പറയൂ, കാൽസ്യത്തിന്റെ ചാർജ് എന്താ? ഏത് ഗ്രൂപ്പാ കാൽസ്യം? സെക്കൻഡ് ഗ്രൂപ്പ്. കണ്ടോ? ഓർത്ത് നോക്കാം, സെക്കൻഡ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് 3 മൈനസ് ആ. ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പൊ എന്ത് വരും? Ca thrice, PO4 twice. അതാണ് നിങ്ങളുടെ പല്ല് കേട്ടോ. ഓർത്ത് നോക്കാം. അല്ലേ? പല്ല് തേക്കുമ്പോ ഇനി പറയണം കാൽസ്യം ഫോസ്ഫേറ്റ് കേട്ടോ. ഓർത്ത് നോക്കാം കേട്ടോ. ഇനാമൽ കാണൂലേ? അപ്പൊ തന്നെ പറയണം കാൽസ്യം ഫോസ്ഫേറ്റ്. അറ്റ്ലീസ്റ്റ് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്തെങ്കിലും പറഞ്ഞാൽ മതി. അവരും പ്രശ്നമാവും. കൊച്ചു പഠിക്കണൊക്കെ കേട്ടോ. പല്ലിന്റെ പേരൊക്കെ അറിയാം നല്ല രീതിയിൽ. ഓർത്ത് നോക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ കേട്ടോ, ഇനിയല്ല ചെറിയ അനിയന്മാരോ അനിയത്തി അങ്ങനെ ചെറിയ സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവരൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ പറഞ്ഞു നോക്കുക കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് തന്റെ ഇനാമൽ കേട്ടോ. ഓർത്ത് നോക്കാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പോ ക്രോസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ PO4 എത്ര ചാർജാ? 3 മൈനസ് കേട്ടോ. ഇത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഈ ഒരു എക്സാമ്പിൾ ആവണമെന്നില്ലല്ലോ. വേറെ എക്സാമ്പിൾ വന്നാലും ഇത് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതി സ്റ്റെപ്പ് 1 കേട്ടോ. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 1. വേഗം എടുത്ത് എഴുതിയേ എല്ലാവരും. സ്റ്റെപ്പ് 1 ഓൺലൈനിൽ ഇരിക്കുന്ന ആൾക്കാര് സ്റ്റെപ്പ് 1 കേട്ടോ. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 കേട്ടോ. ഓർത്ത് നോക്കാം. സ്റ്റെപ്പ് 1 കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? സ്റ്റെപ്പ് 2 എന്തായിരിക്കും? സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 വേഗം എഴുതാം. സ്റ്റെപ്പ് 2 അസൈൻ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓർത്ത് നോക്കാം. അസൈൻ ഓക്സിഡേഷൻ നമ്പർ വേഗം എഴുതാം. അസൈൻ ഓക്സിഡേഷൻ നമ്പർ. എന്നിട്ട് ഇക്വേഷൻ വീണ്ടും എടുത്തെഴുതാം. വീണ്ടും എടുത്തെഴുതാം. കുറെ പ്രാവശ്യം എഴുതേണ്ടി വരും. എത്ര പ്രാവശ്യം എഴുതേണ്ടി വരും എന്തായാലും അല്ലെ? വെറും 5 ടൈം വീണ്ടും വീണ്ടും ഒരേ ഇക്വേഷൻ തന്നെ എടുത്തെഴുതേണ്ടി വരും. ഇങ്ങനെ എടുത്തെഴുതിയിട്ട് പെൻസിൽ കയ്യിലുള്ള ആൾക്കാരൊക്കെ പെൻസിൽ എടുക്കണം കേട്ടോ. ഓക്കെ, പെൻസിലുള്ള ആൾക്കാരൊക്കെ പെൻസിൽ എടുക്കുക. അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇത്രയും പേന കൊണ്ട് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് ഇരിക്കുന്ന ആൾക്കാർ ഒരാൾ ബ്ലൂവും ബ്ലാക്കും ആണെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പ്ലസും മൈനസ് ഒക്കെ കൂടി ആയ കുളവും. അതുകൊണ്ടാണ് വരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ഒരു കാര്യം നമ്മൾ ഇത് കണ്ടോ, ക്രോമിയം. ഈ ക്രോമിയത്തിന് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ വേണ്ടി മാർജിനിൽ നിങ്ങൾ ചെയ്തു നോക്കണം. എങ്ങനെ ചെയ്യാം? നമ്മള് ക്രോമിയം ഉണ്ടല്ലോ അല്ലെ? ക്രോമിയം എത്ര ക്രോമിയം ഉണ്ട് ഇവിടെ? 2. അപ്പൊ 2x പ്ലസ് ഓക്സിജന്റെ ചാർജ് ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു. ഈ 2 മൈനസ് അല്ല. ഈ 2 മൈനസ് ഓക്സിജന്റെ അല്ല കേട്ടോ. ഓർത്ത് നോക്കാം. ഒരു ഓക്സിജന്റെ ചാർജ് എത്രയാ? -2. അത് ഫിക്സ്ഡ് ആണ്. -2 × 7. ഓക്കെ, ഇനി ഈ മോളിൽ എഴുതിയേക്കുന്ന ചാർജ് ഇല്ലേ, അതാണ് ഈക്വൽ ടു -2. ഓക്കെ, എത്ര കിട്ടി? ഞാൻ പറ. x ഈക്വൽ ടു എത്ര കിട്ടി? മാത്സ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെന്ന് നോക്കട്ടെ. 2x - 14 is equal to -2. 2x equal to 14 - 2 എത്ര കിട്ടി? 12. then x is equal to 6. കിട്ടിയോ? അപ്പൊ ഇതിന്റെ താഴെ ചെയ്യരുത്. മാർജിനിൽ സൈഡിൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തണം. അങ്ങനെ ഇവിടെ എഴുതണോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ x is equal to 6 എന്ന് കിട്ടും. x is equal to 6. ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ അതിന്റെ മുകളിൽ ക്രോമിയത്തിന്റെ മുകളിൽ ഒരെണ്ണത്തിന്റെ ചാർജാണ് ഈ ടോപ്പിൽ എഴുതുന്നത്. ശ്രദ്ധിക്കാട്ടോ, ഒരെണ്ണത്തിന്റെ സിംഗിൾ ആയിട്ടുള്ള ക്രോമിയത്തിന്റെ ചാർജ് ഇവിടെ ഞാൻ എഴുതാണ് +6 കേട്ടോ. ഓർത്തോക 6 പ്ലസ് ആണെന്നുള്ള അറിയാം. വേണമെങ്കിൽ +6 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6 എന്ന് എഴുതിയാലും മതി. 6. ഓക്സിജൻ ഒക്കെ ഫിക്സ്ഡ് ആണ്. ഓക്സിജൻ ഇവിടെ ഫിക്സ്ഡ് ആണ്. വേണമെങ്കിൽ എടുത്ത് എഴുതാം. ഇതിന്
ഈ ചാർജ് വേറെ, ഇത് വേറെ, കണ്ടോ? ഓർത്ത് നോക്കുക, ഇത് -2 ഈ ഓക്സിജന്റെ ഒരാളുടെ ചാർജ് ആണ്. ഇനി ഇതുപോലെ സൾഫറിനെ കണ്ടെത്തണം. സൾഫറിനെ എങ്ങനെ കൊടുക്കുക? എക്സ്, നമുക്കറിയാത്ത എക്സ്. ഓക്സിജൻ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞു, എന്തായിരുന്നു? പ്ലസ് -2 × 4 കേട്ടോ. ഓർത്ത് നോക്കുക, ലാസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. ടോട്ടൽ ചാർജ് ഓഫ് ദിസ് കോമ്പൗണ്ട് SO3 ആണ്, സോറി കേട്ടോ, SO3 അങ്ങനെ പറയണം കേട്ടോ, SO3. ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളിപ്പോ കണ്ടെത്തി നന്നായി. ഈ പറഞ്ഞ പ്രശ്നമാണ് ഏറ്റവും, കാരണം ഏതെങ്കിലും ഒരു സ്റ്റെപ്പില് ഏതെങ്കിലും ഒരു കുഞ്ഞ് എറർ വന്നാൽ ലാസ്റ്റ് ആൻസർ തെറ്റും. ടീച്ചർമാർക്ക് നോക്കി കണ്ടെത്താനായിട്ട് ഭയങ്കര പ്രശ്നമായിരിക്കും, കാരണം ഏത് സ്റ്റെപ്പിലാണ് തെറ്റിയെന്ന് അറിയില്ല. ലാസ്റ്റ് എഴുതുമ്പോൾ ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിൽ തെറ്റും. അപ്പൊ ആദ്യം മുതൽ എല്ലാം നോക്കേണ്ടി വരും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. ഓരോ സമയത്തും വ്യത്യാസം ഉണ്ടാവും, മോളിക്യൂൾസുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ 5ാമത്തെ സ്റ്റെപ്പിലായിരിക്കും എറർ കാണുന്നത്, നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു ചലഞ്ചിങ് ആയിട്ട് വരുന്നതിന്റെ ക്വസ്റ്റ്യൻ. അപ്പോ എക്സ് പ്ലസ് -2 × 3 = -2. ഈ -2 എന്ന് പറയുന്നത് ഈ ടോപ്പിലെയാണ്. ഈ -2 എന്ന് പറയുന്നത് ഒരു ഓക്സിജന്റെ ചാർജ് ആണ്, ഫിക്സ്ഡ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പൊ എത്ര കിട്ടും? x = എത്ര കിട്ടി? 4 അല്ലെ? x = 4 കിട്ടി. അപ്പൊ ഞാൻ ഈ റെഡ് കളറിൽ ഇടുന്നത് ഈ സൾഫറിന്റെ ചാർജ് ആണ്, +4. കണ്ടോ? ഓർത്ത് നോക്കുക, ഇവിടെ പ്ലസ് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഉള്ളതുകൊണ്ടാണ് അറിഞ്ഞു വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്രോമിയത്തിന്റെ ചാർജ് 3+ തന്നെയാണ്, ആ 3+ തന്നെയാണ് +3 ആയിട്ട് വരുന്നത്, +3. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ ഒന്നും കൂടി ക്ലിയർ ചെയ്യുന്നതാണ്, 3+ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കോമ്പൗണ്ടുകളിൽ ക്രോമിയത്തിന് +3 ആണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് എഴുതണം നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ എഴുതി. അപ്പോൾ ഈ റെഡ് കളറിൽ എഴുതുന്നത് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. റെഡ് കളറിൽ എഴുതുന്നത് എന്താ? ഓക്സിഡേഷൻ നമ്പർ. ചാർജ് = ഓക്സിഡേഷൻ നമ്പർ. റൂൾ നമ്പർ 2 ഉണ്ടോ? ഓർത്ത് നോക്കുക, 2 ആണ്. ദെൻ SO4 2- എത്ര കിട്ടും സൾഫറിന്? x - 8 = -2, സോ x = 6 അല്ലേ? ഓക്കെ, അപ്പോ x -2 × 4 = -2, സോ x = 6 +6. എത്ര എഴുതാം? അപ്പോ സ്റ്റെപ്പ് 2 കറക്റ്റ് ആയി. സ്റ്റെപ്പ് 2 വേഗം എടുത്ത് എഴുതിയേ. സ്റ്റെപ്പ് 2 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോകണം കേട്ടോ. ഓക്കെ, സാമൂലെ മനെ ഡൗട്ട് ഉണ്ടോ? SO4 സൾഫേറ്റ് കേട്ടോ. ലാസ്റ്റ് സൾഫേറ്റ്, ഇത് സൾഫൈറ്റ്, HITE, അത് സൾഫേറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്കെലിറ്റൽ അയണിക് ഇക്വേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് തരുന്ന കോമ്പൗണ്ടുകൾ ഉണ്ട്, K2Cr2O7. K2Cr2O7 നിങ്ങൾ പണ്ട് ആണ് പഠിച്ചേക്കുന്നത്, ഓർമ്മയുണ്ടോ? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെ? എവിടെയാ പഠിച്ചേക്കുന്നത്? കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ടില് ഓക്സിഡേഷന്റെ അണ്ടറില നമ്മൾ എത്തനോൾ ടു എത്തനോയിക് ആസിഡ് അല്ലെ? അവിടെയാണ് നിങ്ങൾ K2Cr2O7 KMnO4 പഠിച്ചേക്കുന്നത്, KMnO4. അവിടെ വരുമ്പോ നിങ്ങൾക്ക് ഇപ്പൊ NaCl വെള്ളത്തിലിട്ട് എന്താവും? Na+ Cl-. അപ്പൊ അവിടെ നിന്ന് എന്ത് കിട്ടി? അയോൺ കിട്ടി. എന്ത് കിട്ടി? അയോൺ. അപ്പോ ഇതിലെ മെയിൻ കോമ്പൗണ്ട് ആയിട്ടുള്ള K2Cr2O7 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആരെ മാറ്റണം? പൊട്ടാസ്യം മാറ്റണം. പൊട്ടാസ്യം. അപ്പൊ എത്ര അയോൺ ആവാൻ ഹെഡിങ് എന്താ? അയോൺസ് ആക്കണം. ഇതില് ഏതെങ്കിലും അയോൺ അല്ലാത്തതുണ്ടോ? എല്ലാം ചാർജ് സ്പീഷ്യസ് അല്ലേ? അങ്ങനെ അയോണിക് ഇക്വേഷൻ ആവണം. ഉണ്ടോ? ഓക്കെ, അപ്പൊ അയോൺസുകളിലാണ് എന്ത് കിടക്കുള്ളൂ? ചോദിച്ചോ. മാറ്റാൻ പറ്റില്ല, അതാണ്ടാ അത് പറയാൻ ഞാൻ തരാം. അതിനെയാണ് പറയുന്നത്. ഇപ്പൊ NO3 എന്തുകൊണ്ട് എന്നിനെ മാറ്റി O എഴുതിയില്ല? HNO3 H+ NO3-. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയേ? NO3- ഒരു ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. അത് ആര് പഠിക്കണം? നമ്മൾ കാണാതെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ SO4 SO3 അതൊക്കെ എന്താ? ഒരു ഫ്രീ റാഡിക്കൽ എന്നാണ് വിളിക്കുന്നത്. ഫ്രീ റാഡിക്കൽ എന്നതിന്റെ മീനിങ് എന്താ? അവര് വെള്ളത്തിലിട്ട് കഴിഞ്ഞാല് ആരെ പോലെ നിൽക്കും? HNO3 വെള്ളത്തിലിട്ട എന്ത് കിട്ടും? H+ NO3-. അവിടുന്ന് നൈട്രജൻ വേറെ, ഓക്സിജൻ മാറി, അങ്ങനെ മാറിയിട്ട് നിൽക്കത്തില്ല. ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് HNO3 പറഞ്ഞിട്ട് H+ NO3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. K2Cr2O7 കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നോർമൽ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ആണ്. അപ്പൊ ഓർത്തു വെക്കാം, നിങ്ങൾക്ക് വരുന്ന 2 കോമ്പൗണ്ടുകളാണ് അങ്ങനെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്.
ഒന്ന് എന്താണ് K2Cr2O7 ന്ന് K മാറിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? Cr2O7 2 മൈനസ്. അത് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ അപ്പൊ അതിനൊരു ക്ലൂ എന്താണ്? നിങ്ങൾക്ക് തരുന്ന കോമ്പൗണ്ടുകളിൽ ആരുണ്ടെങ്കിൽ ഏത് മെറ്റൽ എന്ന് പറയുമ്പോൾ എല്ലാ മെറ്റലും എടുക്കരുത്, ക്രോമിയം വരും അങ്ങനെയാണെങ്കിൽ. സോഡിയം ആൻഡ് പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ. പിന്നെ ഏത് ഗ്രൂപ്പ് എടുക്കാം? സെക്കൻഡ് ഗ്രൂപ്പ് ആരാ? കാൽസ്യം മെഗ്നീഷ്യം. ഇവരുണ്ടെങ്കിൽ അവരെ പിടിച്ച് മാറ്റാം, അത്രേ ഉള്ളൂ. കാൽസ്യം കാർബണേറ്റ് നിങ്ങൾക്ക് തന്നാൽ എന്ത് ചെയ്യാം? Ca2+ ആൻഡ് CO3 2 മൈനസ് ഉണ്ടോ? ഓർത്തോ, അങ്ങനെ എടുക്കാം. അതുകൊണ്ടാണ് ഇത് ഞാൻ എഴുതിയത്. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ ഇതുമല്ലാതെ ഈ ഇത്രയാണ്. ശരിക്കും അങ്ങനെയല്ല, കണ്ടമാനം മോളിക്കൂളുണ്ട്. അതെല്ലാം പഠിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ ചില സ്കൂളിലെങ്കിലും അത് കുറെ മോളിക്യൂൾസ് ഇങ്ങനെ എഴുതരും. അപ്പൊ അത് വരില്ല നോർമലി, കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കിലുള്ള പഠിച്ചാൽ പോരെ അല്ലേ? അല്ലാതെ ലോകത്തിലുള്ള എല്ലാം കൂടി നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് മോളിക്യൂൾസുകൾ ക്ലിയർ ചെയ്യും. ഇതല്ലാത്ത നിങ്ങൾ ഏതാണെന്ന് പറഞ്ഞാൽ ഓക്സിലേറ്റ് അയോ C2O4 മൈനസ് അല്ലേ? ടൊമാറ്റോയിൽ എന്താ ഉള്ളത്? അതാണ് ഓക്സിലേറ്റ്. എന്നിട്ട് ഓർത്ത് നോക്കാം, ടൊമാറ്റോ കഴിച്ച് നിങ്ങൾക്ക് കിഡ്നിയിൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എന്ത് പറയും? കാൽസ്യം ഓക്സലേറ്റ്. എന്നിട്ട് അപ്പൊ തന്നെ ഫോർമുല എഴുതുന്നതാണ് അല്ലെ? സ്റ്റോൺ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാൽസ്യം ഓക്സലേറ്റ് C2O4 2 മൈനസ് ഉണ്ടോ? ഓർത്തോളൂ, ഇതാണ് C2O4. ഇതിന്റെ ചാർജ് ഇപ്പൊ കാൽസ്യം പോയി കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും എന്റെ ചാർജ്? പറഞ്ഞു പോലെ കാൽസ്യത്തിന് +2 അല്ലേ? അപ്പൊ എന്ത് കിട്ടും? C2O4 2 മൈനസ് ഓക്സിലേറ്റ് അയോൺ ആണ്. അപ്പോ ഇതില് C2O4 2 മൈനസ്. ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞ ഇതാണ് COH അല്ലേ? ചിലർക്ക് ഡൗട്ട് ആയിരിക്കും. COH. ഇതിൽ നിന്ന് ഈ H റിലീസ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? മൈനസ്. ഇവിടെ ഒരു മൈനസ് കിട്ടും, ഇവിടെ ഒരു മൈനസ് കേട്ടോ. അടുത്ത വർഷം പഠിക്കാനുണ്ട് എന്തായാലും. അപ്പോ നോർമലി അങ്ങനെയുള്ള കുറച്ച് ഫ്രീ റാഡിക്കൽ നമ്മൾ പഠിച്ചിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആകെ ഓർത്തിരിക്കാനായിട്ടുള്ളത് ഇതിനെ മാറ്റുമ്പോൾ അത് ഓർത്ത് നോക്കുക. ഇവിടെ നിന്നും അതുപോലെ ആരെ മാറ്റിയേ? സോഡിയം മാറ്റി കേട്ടോ. ഓർത്ത് നോക്കുക, സോഡിയം മാറിയുമ്പോൾ എന്ത് കിട്ടും? അല്ലെ? SO3 2 മൈനസ്. ഇത്രയും വരെ ഓക്കെ അല്ലേ? സ്റ്റെപ്പ് 3 അടുത്ത ഹെഡിങ്. സ്റ്റെപ്പ് 3യുടെ പേരെന്താ? ഞാൻ പറഞ്ഞുതരൂല, എഴുതാം. അത് എഴുതിയിട്ട് വേണം എനിക്ക് എഴുതാൻ. സ്റ്റെപ്പ് 3 എന്തായിരുന്നു? സ്റ്റെപ്പ് 3 calculate the increase and decrease of oxidation number and make them equal. Calculate increase and decreasing oxidation number and make them equal. Then step 3 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതേ ഇക്വേഷൻ ഇതുപോലെ ഇത്രയും വരെ എടുത്തെഴുതണം കേട്ടോ. വേഗം എടുത്തെഴുതാം. ഇത്രയും വരെ വീണ്ടും ഇതുപോലെ എടുത്തെഴുതണം കേട്ടോ. ഓരോ സ്റ്റെപ്പിൽ എഴുതണം. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇത്രയും കേട്ടോ. മുകളിൽ പെൻസിൽ കൊണ്ട് നിങ്ങൾ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലെ? പെൻസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് കളറുള്ള പെൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓർത്ത് നോക്കുക, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇതാണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദിസ് പെർട്ടിക്കുലർ എലമെന്റ് എന്നുള്ളത് ഫിക്സ്ഡ് ആയിട്ട് എഴുതി പോകണം. ചോദിച്ചു 2 മൈനസും 2 സെയിം ആണ് കേട്ടോ. ഏതിൻ്റെയൊക്കെയാണ്? ഈ സ്റ്റെപ്പ് 3യിൽ എഴുതിയേക്കുന്നതാണോ? അത് ആ 2 മൈനസ് എന്ന് പറഞ്ഞാൽ ആ മൊത്തം കോമ്പൗണ്ടിനാണ് ആ 2 മൈനസ്. ടോട്ടൽ ആ കോമ്പൗണ്ട് എത്ര ചാർജ് ഉണ്ട്? 2 മൈനസ് ഉണ്ട്. ഒരു ഓക്സിജന്റെ മാത്രമാണ് ആ റെഡ് കളറിൽ എഴുതിയേക്കുന്ന -2. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓർത്തോ 2 മൈനസ് എങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോ. -2 എന്ന് എഴുതിക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. ഇത് നിങ്ങൾ -2 എന്നോ +2 എന്നോ എഴുതി 2 മൈനസ് എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, രണ്ടും സെയിം ആണ്. ഈ പറഞ്ഞുതരാം. ഈ 2 മൈനസ് ഈ ബ്ലാക്ക് കളറിൽ എഴുതിയേക്കുന്ന ടോട്ടൽ മോളിക്യൂളിന്റെ ചാർജ് ആണ് 2 മൈനസ്. ഈ റെഡ് കളറിൽ എഴുതിയേക്കുന്നത് കേട്ടോ, റെഡ് കളറിൽ 2 മൈനസ് -2 എന്നോ എന്ത് വേണമെങ്കിൽ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. അത് എന്താണ്? ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പറാണ്. ഈ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ കേട്ടോ. ഓർത്ത് നോക്കാം. ദെൻ ഇവിടെയും ഉണ്ട് -2 കേട്ടോ. ഓർത്ത് നോക്കാം. ഇവിടെയും 2 മൈനസ് -2 എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. നമ്മൾ പറയുമ്പോൾ ഈ
എന്താണ് +2 -2 എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അല്ലെങ്കിൽ 2 - 1 -2 എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ബ്ലാക്ക് കളറിൽ എഴുതിയേക്കുന്നത് ടോട്ടൽ മോളിക്യൂളിലെ ചാർജ് എന്നാണ്. അത് -2 ആവും, -3 ആവാം, -1 ആവും, പ്ലസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം കേട്ടോ. ഓക്കെ. ഈ റെഡ് കളറിൽ എഴുതിയത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എലമെന്റ്, സിംഗിൾ ഒരെണ്ണത്തിന്റെ, മനസ്സിലായി, ഒരെണ്ണത്തിന്റെയാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ഒന്ന് ചോദിച്ചു പോവുക. ഇനി സ്റ്റെപ്പ് 3 എന്താ പറഞ്ഞേക്കുന്നത് ഒന്ന് വായിച്ച്. ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. ആർക്കാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്? സിയോൺ പറഞ്ഞു. ഇത് നോക്കി കേട്ടോ, ഒരു എലമെന്റ് കൂടിയിട്ടുണ്ട്, ഒരു എലമെന്റ് കുറഞ്ഞിട്ടുണ്ട്. ക്രോമിയം കുറഞ്ഞു അല്ലെ? ഓക്കെ, ക്രോമിയത്തിന് കുറഞ്ഞു എന്ന് സിയോൺ പറയുന്നു. നമുക്ക് നോക്കാം. ക്രോമിയം, ഒരു സിംഗിൾ ക്രോമിയത്തിന് 6 ആണ്. ഇവിടെ നോക്കിയേ, എത്ര ക്രോമിയം ഉണ്ട് അല്ലെ? 3. അപ്പൊ ഈ ക്രോമിയത്തിൽ നിന്ന് അല്ലെ, ഇവിടെ നിന്ന് അങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കൂടിക്കഴിഞ്ഞാൽ എന്ത് വരും? ദൈവങ്ങളുടെ അടുത്ത് പഠിപ്പിച്ചാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത ഓക്സിഡേഷൻ ആണ്, റിഡക്ഷൻ ആണ്, റിഡക്ഷൻ ആണ്, ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ ഉണ്ടോ? അത് എത്ര ചോദിച്ചാലും കിട്ടും. അതാണ് ആലോചിച്ചത്. അപ്പൊ ഓർത്ത് വെക്കുക, ഇവിടെ എന്താണ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്ത ഓക്സിഡേഷൻ ഇവിടെ കുറയാണ് ചെയ്തേക്കുന്നത് അല്ലെ? ഡിക്രീസ് ചെയ്തു, റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ. അപ്പൊ ഇവിടെ വന്നേക്കുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. എത്ര ഡിക്രീസ് ചെയ്തു നോക്കിയേ അല്ലെ? 6 3 അല്ലെ? 3 ആണ് അവിടെ ഡിക്രീസ് ചെയ്തത്. 3 ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഓർത്ത് നോക്കാം. 6 അല്ലേ? 6 3 കുറഞ്ഞു. അതാണ് റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ എന്തായിരിക്കും? റിഡക്ഷൻ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, റിഡക്ഷൻ. ഇലക്ട്രോണിന്റെ വെച്ചിട്ട് എന്തായിരിക്കും? ചില ആൾക്കാർക്ക് അതായിരിക്കും ഡൗട്ട് വരുന്നത്. ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോണിൽ എന്താ പറഞ്ഞേക്കുന്നത്? അത് നോക്കരുത് കേട്ടോ, അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രോണിന് നമ്മൾ എന്താ പറയുന്നത്? ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. കേട്ടോ, ഓർത്ത് നോക്കാം. ഓക്സിഡേഷൻ നമ്പറിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്, എന്തായിരിക്കും? റിഡക്ഷൻ. അപ്പൊ ക്രോമിയത്തിന് ഇവിടെ റിഡക്ഷൻ ആണ് വരുന്നത്. ഇനി ആർക്കാണ് ഓക്സിഡേഷൻ വന്നേക്കുന്നത്? ആർക്കാണ് ഓക്സിഡേഷൻ? സൾഫർ. സൾഫർ +4 ആയിരുന്നു, +6 കൂടി. അങ്ങനെ വരുമ്പോ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം, +4 to +6. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതും? റിഡക്ഷൻ എഴുതി, ഇവിടെ ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഒന്ന് വായിച്ച്. ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ആൻഡ് മേക്ക് ദം ഈക്വൽ. ഒന്ന് തനിയെ ഒന്ന് ഈക്വൽ ആക്കാൻ നോക്കുക. ഇവിടെ എത്രയാണ് റിഡക്ഷൻ വന്നേക്കുന്നത് നോക്കിയേ. 6 എത്രയിലേക്ക് വന്നേക്കുന്നത്? 6 3 അപ്പൊ എത്രയാ ഡിഫറൻസ്? 3. ഇവിടെ എത്ര ഡിഫറൻസ് വന്നേക്കുന്നത്? 2. ഇത് രണ്ടും അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആകും. അപ്പൊ എന്തായിരിക്കും എന്ന് പറഞ്ഞ ഇവിടെ ഓൾറെഡി Cr2 ഉണ്ട് അല്ലെ? അപ്പോ ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 2 കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷന്റെ 2ഉം റിഡക്ഷന്റെ 3ഉം അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും. ഇവിടെ നിന്നാണ് നിങ്ങൾ എക്സ്ട്രാ പഠിക്കുന്നത്. ഇത്ര സമയം പഠിച്ച മുഴുവനും എന്താണ്? ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലെ? ലാസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഇവിടെ നിന്നാണ് ആകെ വ്യത്യാസം വരുന്നത്. ഈ 2 എന്ന് പറയുന്നത് ഇവിടെ കൂടിയത് ഇപ്പുറത്ത് കൊടുക്കണം. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഇവിടെ 2 ആയി. ഇനി ഈ 3 ആർക്ക് കൊടുക്കണം? ഈ 3 ആർക്ക് കൊടുക്കണം? നോക്കിയേ. SO4 കൊടുക്കണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 3 കണ്ട, ഇത് ആർക്കാ കൊടുക്കണ്ടേ? ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അപ്പൊ എന്ത് കൊടുക്കും? ഇവിടെ 3 കൊടുക്കും. അപ്പൊ എവിടെയെങ്കിലും 3 കൊടുക്കണം. 3. ഇതാണ് മേക്ക് ദം ഈക്വൽ. ഇതാണ് മേക്ക് ദം ഈക്വൽ. അപ്പൊ നമ്മൾ എന്താ ചെയ്തതെന്ന് മനസ്സിലായോ? എവിടെയാ 3 കൂടിയത്? ഇവിടെ അല്ലെ? ഓക്കെ. ഇതിന് കൂടിക്കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കണം? ഇതിന് കൊടുക്കണം. ഇവിടെ 2 ആർക്ക് കൊടുക്കണം? ഉണ്ടോ? 2 ക്രോമിയം അല്ലെ? 2 ക്രോമിയം ഈക്വലായി. ഇതാണ് ഈക്വൽ ആക്കേണ്ടത്. ഇവിടെ ലോജിക്ക് ഉപയോഗിക്കണം. ചില സമയത്ത് നമ്മൾ എന്താണ് അതനുസരിച്ചിട്ട് ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ട് ചെയ്യേണ്ടി വരും. മേക്ക് ദം ഈക്വൽ ആക്കാനായിട്ടുള്ള ഐഡിയ ആണ് കേട്ടോ. ഇതെത്തുമ്പോൾ സ്റ്റെപ്പ് 3 ആയി. സ്റ്റെപ്പ് 3 വേഗത്തിൽ എടുത്ത് എഴുതുക കേട്ടോ. സ്റ്റെപ്പ് 3. ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ആ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എത്ര ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു നോക്കി. എത്ര കുറഞ്ഞു? 3 കുറഞ്ഞു. ആ കുറഞ്ഞത് എടുത്തിട്ട് ആർക്ക് കൊടുക്കണം? ഓക്സിഡേഷൻ നമ്പർ മറ്റേ ആൾക്ക് കൊടുക്കണം. എന്ന് പറഞ്ഞാലേ സിമ്പിൾ ട്രിക്കാണ് ആക്ച്വലി. ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താ? ഓക്സിഡേഷൻ അല്ലേ? ഓർത്ത് നോക്കുക. അപ്പൊ 2 മിഠായിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് ഗെയിൻ വാങ്ങിക്കാൻ വേറെ ആൾ വരണ്ടേ? 2 പേര് അല്ലേ? ഇപ്പൊ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന
എനിക്ക് പുറത്ത് കളയാൻ പറ്റില്ല, തനിക്ക് തരണം, അങ്ങനെയാണെന്ന് കരുതാം അല്ലേ, ഓർത്ത് നോക്കാം. അപ്പോ എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആള് അതനുസരിച്ച് എന്ത് ചെയ്യണം, ഈക്വൽ ആക്കണം. അങ്ങനെയാണെങ്കിൽ 3 എണ്ണം കുറഞ്ഞിട്ടുണ്ട്, 3 എണ്ണം കുറഞ്ഞു, അപ്പുറത്ത് 2 എണ്ണം വെച്ചാണ് ഡിഫറൻസ്. അപ്പൊ എത്ര പേര് വേണ്ടി വരും? 3 × 2 6, 2 പേര് ഈക്വൽ ആക്കൂലേ. അപ്പൊ ഇവിടെ 5ഉം അപ്പുറത്ത് 2 ആയിരുന്നു വെച്ചെങ്കിൽ താൻ എന്ത് ചെയ്യും, 2 പേര് ഈക്വൽ ആക്കണമെങ്കിൽ ഇൻറ്റു 10 ആക്കണം അല്ലേ, 2 സ്ഥലത്ത് ആക്ച്വലി അതാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 3ഉം 4ഉം വന്നാൽ എന്ത് ചെയ്യും, 3ഉം 4ഉം വന്നാൽ എന്ത് ചെയ്യും, 12 ആക്കണം. അത് തന്നെ, 2 പേരും 12 ആക്കണം. അതാണ് ലോജിക്ക്, മനസ്സിലായി. അപ്പൊ എന്തിനാ അങ്ങനെ ആക്കുന്നേ കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കേട്ടോ, ഓർത്ത് നോക്കുക, ഇത് ഈക്വൽ ആക്കുന്നതിന്റെ ഐഡിയ മനസ്സിലായോ, ഓർത്ത് നോക്കുക. ഒരാള് 2 ഇലക്ട്രോൺസ് അല്ലെ, ഓർത്ത് നോക്കാം. ലോസ് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺസ് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. മറ്റേ ആള് 3 ഇലക്ട്രോൺസ് ആണ് അല്ലെ, ലോസ് നേരെ തിരിച്ച് 3 ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷൻ നടക്കുന്ന ആള് എന്തായിരിക്കും, ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ അല്ലെ. എവിടെ 2 3 ആണ്, SO ഒരാൾക്ക് സൾഫറിന്റെ മാത്രം നമ്മൾ നോക്കുന്നത്, ഓക്സിജന്റെ കാര്യം നോക്കണ്ട. ഉണ്ടോ, ഓർത്ത് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, സൾഫറിന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് അല്ലെ, ഓക്സിജൻ നോക്കുന്നുണ്ടോ. ഇത് ബാലൻസ്ഡ് ഒന്നുമല്ല, ബാലൻസ് ചെയ്യാൻ ഈ കിടക്കല്ലേ, മനസ്സിലായോ, ബാലൻസിങ് ആയിട്ടില്ലല്ലോ. ഇവിടെ ആരെയാ ബാലൻസ് ചെയ്യുന്നത്, ഇലക്ട്രോണിന്റെ. ഇവിടെ ആരെയാ നോക്കുന്നത്, സൾഫർ. സൾഫർ ഈക്വൽ അല്ലേ, കാരണം സൾഫറിന്റെ ഇലക്ട്രോൺസ് മാത്രമാണ് നോക്കുന്നത്, സൾഫറാണ് ഇലക്ട്രോൺ കൊടുക്കുന്നത്. SO4 അല്ല, അതിൽ ആരാ നോക്കുന്നത്, ഇൻഡിവിജ്വലി സൾഫർ. ചിലതിൽ ഓക്സിജൻ. കണ്ടോ, ഓക്സിജൻ 2 പേർക്ക് എല്ലാ സ്ഥലത്തും സെയിം അല്ലേ, -2 ആണ്. കണ്ടോ, ഓർത്ത് നോക്കുക. അപ്പൊ സൾഫറെ 3 ഇലക്ട്രോൺസ് റിസീവ് ചെയ്യും, 3 ഇലക്ട്രോൺസ് റിസീവ് ചെയ്യും, മറ്റേ ആൾ 2 ഇലക്ട്രോൺസ് കൊടുക്കും. 2 പേര് ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 3 × 2 എത്രയാ, 6. ആ ലോജിക്ക് വെച്ച് 2 പേരെയും ഈക്വൽ ആക്കാൻ നോക്കണം കേട്ടോ. ഓക്കെ, അതാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഒന്നുകൂടി പറയാം, ഇവിടെ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. 3 ഇലക്ട്രോൺസ് വാങ്ങിക്കും, ഇവിടെ 2 എണ്ണം കൊടുക്കും അല്ലെ, ഓർത്ത് നോക്കുക. അങ്ങനെ വന്നാൽ 2 പേര് ഈക്വൽ ആക്കാൻ എന്ത് ചെയ്യണം, 3 × 2 എത്ര വരണം, 6. ഓർത്ത് നോക്കുക, 6. അങ്ങനെ 6 ആക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ, ഓർത്ത് നോക്കുക. 3 × 2 6. ഇവിടെ നോക്കിയേ, ഇവിടെ എത്രയായിരുന്നു, 3 × 2 എന്ത് കിട്ടും, 6. അതാണ് ഓപ്പോസിറ്റ് ആക്കി ക്രോസ് ചെയ്യുക, അത് ലോജിക്കലി ചെയ്യുക. ഇപ്പൊ 4ഉം ഇപ്പൊ ഇവിടെ 4 ആണ് വരുന്നത്, ഇവിടെ 2 ആണ് വരുന്നത്, എങ്കിൽ എന്ത് ചെയ്യും, ഒരെണ്ണത്തിന് 2 ആക്കിയാ പോരെ. കണ്ടോ, ഓർത്ത് നോക്കാം. ഇക്കറാക്കാൻ എന്ത് ചെയ്യണം, 4ഉം 2ഉം വന്ന് എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് 4, ഇപ്പൊ ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ എന്ത് ചെയ്യണം അല്ലെ, × 2 ചെയ്താൽ മതി. ഓപ്പോസിറ്റ് സ്ഥലത്ത് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, × 2 അല്ലെ. അപ്പൊ എന്താവും, 2ഉം 4 ആവും ഇലക്ട്രോൺസ് വെച്ചിട്ട്. അപ്പൊ ഇങ്ങനെയാണ് മേക്ക് ദം ഈക്വൽ ആക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, എവിടെയാണ് റിഡക്ഷൻ 3? ഈ 3 ആർക്ക് കൊടുക്കണം, ഇയാൾക്ക് കൊടുക്കണ്ട, മറ്റേ ആൾക്ക് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഈ 3 ആർക്ക് കൊടുത്തത് ഉണ്ടോ, ഈ 3 ഇവിടെ കൊടുത്തു അല്ലെ, 2 സ്ഥലത്തും കൊടുക്കണം. ഇവിടെ എത്രയുണ്ട്, 2. ഇവിടെയും 2 ആയിരിക്കണം, ഇവിടെ ഓൾറെഡി 2 ആണ്, അതുകൊണ്ട് ഇവിടെ ആവശ്യമുണ്ടോ, ഇല്ല, അത്ര. അപ്പൊ അങ്ങനെ ഈക്വൽ ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് എത്രയായിരിക്കും, 4. സ്റ്റെപ്പ് 4. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അസിഡിക് മീഡിയം ആണ്, ചിലപ്പോൾ ഒരു ബേസിക് മീഡിയം വരും കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ഓൾറെഡി അവർ അസിഡിക് മീഡിയത്തിലാണ് തന്നേക്കുന്നത്. അപ്പോ ഇൻ അസിഡിക് മീഡിയം അത് മാത്രം എഴുതിയാൽ മതി. എന്തായിരിക്കും, പറയും, add H+ ion കേട്ടോ, ഓർത്ത് നോക്കാം. ഇൻ അസിഡിക് മീഡിയം add H+ ion as a reaction occur in the acidic medium, and further the ionic charge are not equal on both sides, add H+. Okay, add H+. add H+. സ്റ്റെപ്പ് 4 കേട്ടോ, ഓർത്ത് നോക്കാം. സ്റ്റെപ്പ് 4 എന്ന് എഴുതാ. സ്റ്റെപ്പ് 4 ഇനി ഇതൊന്നും വേണ്ട, കളയാം. സ്റ്റെപ്പ് 4 ഇതിന്റെ മുകളിലുള്ള ഓക്സിഡേഷൻ നമ്പർ ആ റെഡിൽ എഴുതിയേക്കുന്ന ഒന്നും വേണ്ട ഇനി കേട്ടോ, ഓർത്ത് നോക്കാം. റെഡിൽ എഴുതിയേക്കുന്ന ഒരു കാര്യവും ഇനി നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എത്തി. സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞിട്ട് ഇത്രയും വരെ എടുത്തെഴുതുക കേട്ടോ. സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 ഇനി ഓക്സിഡേഷൻ നമ്പർ ഒന്നും എടുത്തെഴുതണ്ട. ഓക്സിഡേഷൻ നമ്പർ ഒക്കെ എടുത്ത് നിങ്ങൾ ചെയ്തു, എല്ലാം കഴിഞ്ഞു. സ്റ്റെപ്പ് 4 ഇവിടെ ഇത്രയും വരെ എടുത്തെഴുതാം.
അസലി നേരത്തെ ചെയ്തു 3 രണ്ട് സ്ഥലത്തും വരണ്ടേ, എന്നാലേ ബാലൻസ് ആവുള്ളൂ. 2 രണ്ട് സ്ഥലത്തും വന്നിട്ടില്ലേ നോക്കിയേ. ഈ 2 മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ, പക്ഷെ ഈ 2 ഓൾറെഡി ഉണ്ടായി. ഓൾറെഡി 3 ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഇടുവോ? ഇല്ല. ഇവിടെ ഓർത്ത് നോക്കാം. ഇത്രയും വരെ എടുത്ത് എഴുതണം കേട്ടോ. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടി വായിച്ചേ. ആഡ് H പ്ലസ് ആയി. ഇതില് ചാർജ് ഈക്വൽ ആണെന്ന് നോക്കുക. റിയാക്ടൻസ് സൈഡിൽ എത്ര ചാർജ് ഉണ്ട്? ഈ മോളിക്യൂളിന്റെ ചാർജ് ടോട്ടൽ Cr2O7 എത്ര ചാർജ് ഉണ്ട്? 2 - ദെൻ ഇതിന് എത്ര ചാർജ് ഉണ്ട്? 2 - ഇൻറ്റു 3 എത്രയോ? 6 അപ്പൊ റിയാക്ടൻസ് സൈഡ് ഇങ്ങനെ എടുത്ത് എഴുതണം. റിയാക്ടൻസ് ടോട്ടൽ ചാർജ് എത്രയായിരുന്നു റിയാക്ടൻസ് സൈഡിൽ? 3 × 2 - 6. ഇവിടുത്തെ 2 അപ്പൊ എത്രയായിരിക്കും? -2 + -6 എത്ര കിട്ടും? -8. പ്രൊഡക്റ്റ് സൈഡിൽ ഇതാണ് പ്രൊഡക്റ്റ് സൈഡ്. എത്ര ചാർജ് ഉണ്ട് പറയും? പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ചാർജ് ഉണ്ട്? 2 × 3 എത്രയാ? 2 × 3 പ്ലസ് എത്ര കിട്ടും? +6 പ്ലസ് 3 × 2 മൈനസ് 3 × 2 മൈനസ് എത്രയാ? -6. അപ്പൊ എത്ര കിട്ടും? 0. പലതിനും പലതായിരിക്കട്ടെ. ഇപ്പൊ ഇതിന് 0 എന്ന് കിട്ടി, ഇത് 0 എന്ന് കിട്ടി. ഇനി നിങ്ങളുടെ കയ്യിൽ H പ്ലസ് ഉണ്ട്. H പ്ലസ് ഈ സൈഡിലോ ആഡ് ചെയ്യാം, ഇഷ്ടമുള്ള സൈഡിലോ ആഡ് ചെയ്യാം. അത് രണ്ട് സൈഡും ഈക്വൽ ആക്കാം. എന്ത് ചെയ്യും? H പ്ലസ് എത്ര വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ട്. അസിഡിക് മീഡിയം അല്ലേ, എത്ര H പ്ലസ് ആഡ് ചെയ്ത് ഇതിനെ ഈക്വൽ ആക്കും? രണ്ട് സൈഡിൽ ഈക്വൽ ആയിരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ശരിയാ പറഞ്ഞു. 8 H പ്ലസ് ആഡ് ചെയ്യും. എവിടെ ആഡ് ചെയ്യണം? റിയാക്ടൻസ് സൈഡിൽ. ഓർത്ത് നോക്കുക, റിയാക്ടൻസ് സൈഡിൽ 8 H പ്ലസ് ആഡ് ചെയ്യണം. എന്തുകൊണ്ട് 8 H പ്ലസ് ആഡ് ചെയ്യണം? റിയാക്ടൻസ് സൈഡ് കേട്ടോ, ഓർത്ത് നോക്കുക. റിയാക്ടൻസ് സൈഡിൽ ഇത് ഇവിടെ നോക്കി, ഇനി നോക്കി കേട്ടോ. പ്ലസ് 8 H പ്ലസ് ഇപ്പൊ എന്താവും? +8 എത്ര കിട്ടും? 0. ഈ സൈഡിലും 0, ഈ സൈഡിലും 0 ആവണമെന്നില്ല കേട്ടോ, പല രീതിയിലാകാം. 8 H പ്ലസ് 8 H പ്ലസ് ആഡ് ചെയ്തു. അപ്പൊ രണ്ട് സൈഡിലും 0 ആയി. ഇതാണ് ഇതിന്റെ ആൻസർ. പക്ഷെ ഇൻഡിവിജ്വലി ഞാൻ ചോദിക്കും, ഇത് മാറ്റിയിട്ട് ചോദിക്കും ഞാൻ. അപ്പൊ നിങ്ങൾ പറയണം എത്ര H പ്ലസ് എവിടെ ആഡ് ചെയ്യണം എന്നുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് ക്ലിയർ ആയിട്ട് ഇപ്പോ നിങ്ങൾക്ക് ഇത് ഒരു 0 കിട്ടുമ്പോൾ ഇനി എല്ലാം 0 ആണെന്ന് മൈൻഡിൽ വരും. അങ്ങനെയല്ല. ഇപ്പോ എനിക്ക് കിട്ടിയേക്കുന്നത് റിയാക്ടൻസ് സൈഡില് -6, റിയാക്ടൻസ് സൈഡില് -6, പ്രൊഡക്റ്റ് സൈഡില് -2. എത്ര H പ്ലസ് എവിടെ ആഡ് ചെയ്യും എന്നിട്ട് ഈക്വൽ ആക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരേ ചാർജ് ആയിട്ട് രണ്ട് സൈഡിൽ ഈക്വൽ ആക്കണം. അതാണ് റിയാക്ടൻസ് സൈഡ്. പറയണം, ഇയാൾക്ക് കിട്ടുന്ന എനിക്കറിയാം. ഓക്കെ കേട്ടോ, ഓർത്ത് നോക്കാം. അവിടെ തൊട്ട് പറഞ്ഞു തുടങ്ങാം. അവള് പറയാം എത്ര H പ്ലസ് ഏത് സൈഡിൽ ആഡ് ചെയ്യും, അപ്പോഴാണ് ഈക്വൽ ആവുക. നിങ്ങൾക്ക് അറിയുന്ന വാല്യൂ അങ്ങ് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ആഡ് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാം, അല്ലാതെ ഓപ്ഷൻ ഒന്നും ഇല്ലോ. നിങ്ങൾക്ക് ഒരു നമ്പർ തോന്നുന്നു, അത് ഇവിടെ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ അപ്പുറത്തും ഈക്വൽ ആണോ എന്ന് നോക്കാം. പറഞ്ഞു എത്ര ആഡ് ചെയ്യും? H പ്ലസ് ആണ്. H പ്ലസിന്റെ ചാർജ് പ്ലസ് ആണ്. എത്ര H പ്ലസ് ഏത് സൈഡിൽ ആഡ് ചെയ്യണം? ശരിയാ പറഞ്ഞു, 2 H പ്ലസ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 H പ്ലസ് എവിടെ ആഡ് ചെയ്യുന്നു? ഈ സൈഡിലാണോ ഈ സൈഡിലാണോ? ഇവിടെ നമുക്ക് നോക്കാം. 2 H പ്ലസ് അങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. 2 H പ്ലസ് ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടും പറഞ്ഞു? -4. -4 ആണോ അപ്പുറത്ത്? അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ശരിയാ പറഞ്ഞു, 4 H പ്ലസ് ആഡ് ചെയ്യണം അല്ലെ. വെരി ഗുഡ്. 4 H പ്ലസ് ആഡ് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? -2. അപ്പൊ ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇതും തമ്മിൽ ഡിഫറൻസ് കണ്ടെത്തണം. എത്രയാ ഡിഫറൻസ്? 6ഉം -2ഉം തമ്മിൽ ഡിഫറൻസ് എത്രയാ? 4.
അങ്ങനെയാണ്. എന്നിട്ട് രണ്ട് സൈഡിൽ ആഡ് വെക്കുക. അപ്പൊ കറക്ഷൻ കിട്ടിക്കോളും കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ചാർജ് ഇവിടെ ഒരു ചാർജ് അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തണം. ഡിഫറൻസ് കണ്ടെത്തിയിട്ട് ആഡ് ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ ഡിഫറൻസ് ഞാൻ ബോർഡ് ഉപയോഗിച്ചത് ഡിഫറൻസ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേട്ടോ ഇതിന്റെ ആൻസർ ഇവിടെ ഓക്കെ ആണ്. എല്ലാവരോടും ചോദിക്കോട്ടോ, അല്ലെങ്കിൽ കിട്ടില്ല. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുമാണ് ആകെ ബുദ്ധിമുട്ടുള്ളത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് -4, ഇവിടെ എനിക്ക് കിട്ടുന്നത് +3. -4 +3 കേട്ടോ. ഓക്കെ, അവിടെ നിന്ന് പറഞ്ഞു വേദ ദിയ. ഇതില് ആരാ വേദ? വേദ. ഓക്കെ, വേദ ദിയ. നിങ്ങൾ മൂത്ത ആൾ അങ്ങനെ ഉണ്ടോ? ആരാ? ഓക്കെ, അപ്പൊ താൻ ഓക്കെ വേദ ദിയ. ഓക്കെ, വേദ. എത്ര H+ എവിടെ ആഡ് ചെയ്യണം? 1 H+. ഓക്കെ, എവിടെ ആഡ് ചെയ്യണം പറഞ്ഞു? പറഞ്ഞോ, ഏതെങ്കിലും ആൻസർ. 1 H+ അല്ലേ? ഇവിടെ ആഡ് ചെയ്യണോ ഇവിടെ ആഡ് ചെയ്യണോ? ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതെ, H+ ആഡ് ചെയ്ത് നോക്കി. എത്ര കിട്ടും? -3. ഇത് -3 അല്ലല്ലോ, +3. ഞാൻ ഒറ്റ വേർഡേ പറഞ്ഞോളൂ. എന്താണ് ഡിഫറൻസ്? ഡിഫറൻസ് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ഒന്ന് ചെയ്ത് നോക്കിയേ. മറ്റേ ചെറിയ ക്ലാസ്സിൽ നമ്മൾ നമ്പർ ലൈൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർമ്മയുണ്ടോ? 0, 1, 2, 3. അങ്ങനെയാണെങ്കിൽ -4ഉം +3യും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? -4ഉം +3യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 7. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നേരത്തെ മൈനസും കളിച്ചപ്പോ ഞാനത് മാറ്റിയിട്ടാണോ? രീതി മാറ്റിയതാണോ? ഓക്കെ, 7 ആണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ എത്രയാ? 7. ഞാൻ പറഞ്ഞു -4ഉം +3യും തമ്മിലുള്ള ഡിഫറൻസ് 0 3 അല്ലേ? നിങ്ങൾ നമ്പർ ലൈൻ പഠിച്ചല്ലേ? നമ്പർ ലൈൻ അല്ലേ, കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇവിടെ 0, ഇവിടെ 1, 2, 3, 4 അല്ലേ? ഇവിടെ എന്തായിരുന്നു? -1, -2, -3 ഉണ്ടോ? അപ്പോ ഈ 4ഉം ഇതും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എത്ര വരും? 7. ഇനി അല്ലെങ്കിൽ വെറുതെ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതേ എങ്ങനെ വേണമെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യാം. എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യണം? 3 -4 എങ്ങനെ ചെയ്യും? 3 -4 അപ്പൊ എന്ത് വരും? 3 + 4 എത്ര കിട്ടും? 7. ഞാൻ പറഞ്ഞ ഒറ്റ വേർഡേ ഉള്ളൂ. രണ്ട് ചാർജ് കിട്ടുമ്പോ എന്ത് കണ്ടെത്തണം? ഡിഫറൻസ്. എന്താ കണ്ടെത്താൻ? ഡിഫറൻസ്. ഇനി നിങ്ങൾക്ക് അപ്പോ ഈ 7 കിട്ടി. ചില കുട്ടികൾ അറിയാതെ ഡിഫറൻസ് ഇങ്ങനെ ചെയ്യും. -4 എന്താണ്? ഇത് +3 അല്ലേ? +3. അങ്ങനെയാണെങ്കിൽ ആൻസർ എത്രയായിരിക്കും? രണ്ട് രീതിയിലുള്ള ഡിഫറൻസ് കിട്ടുള്ളൂ. എത്ര കിട്ടും? ഇത് മൈനസ്, ഇത് മൈനസ് ആണെങ്കിൽ എത്രയാ? ഒരേ നമ്പർ വന്ന് എന്ത് ചെയ്യണം? ദൈവമേ, ഇതറിയില്ലേ? എന്ത് വരും? -7 അല്ലേ? 7 അല്ലേ? ഡിഫറൻസ് പറഞ്ഞ സബ്ട്രാക്ഷൻ അല്ലേ? ഓക്കെ, അപ്പോ ഇവിടെ -7 അല്ലെങ്കിൽ +7 ഇതേ കിട്ടുള്ളൂ. എന്ത് കിട്ടിയാലും ഹൈഡ്രജൻ എന്താ? H+ ആണ്. 7H+. ഓക്കെ, ഈ 7H+ എവിടെ ആഡ് ചെയ്യും? എവിടെ ആഡ് ചെയ്യാനേ പറ്റുള്ളൂ? ഇവിടെ ആഡ് ചെയ്യും. +7 ഉണ്ടോ? H+. ഇങ്ങനെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? +3. രണ്ട് സ്ഥലത്ത് ഈക്വൽ ഉണ്ടോ? ഓർത്ത് നോക്കാം, രണ്ട് സ്ഥലത്തും ഈക്വൽ. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ഓർത്ത് നോക്കാം. അപ്പോ ഉണ്ടോ? കൺസെപ്റ്റ് ഓക്കെ ആണോ? ക്ലിയർ ആവും. ഡിഫറൻസ് കണ്ടെത്തുക കേട്ടോ. ഓക്കെ, അടുത്ത ആള് പറയണോ കേട്ടോ. ഓക്കെ, ഞാൻ വേറെ നമ്പർ തരും, നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഇത് അത്യാവശ്യം ടഫാണ് ആക്ച്വലി വന്നേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങോട്ട് കിടക്കുക. മറ്റേ H+ ആഡ് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഈ സൈഡിൽ വരുന്ന രീതി, അപ്പുറത്ത് വരുന്നത് വളരെ കുറവാണ്. ഇൻ കേസ് വരാം കേട്ടോ. ഓക്കെ, പരമാവധി കുറവാണ്. ഇവിടെ നോക്കിയോ, ഈ സൈഡിൽ കിട്ടിയിരിക്കുന്നത്
+4 -1 ഡിഫറൻസ് എത്രയാ? അടുത്ത ആൾ പറ. 5 എവിടെ ആഡ് ചെയ്യും? 5 H+ ആഡ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. 5 പോസിറ്റീവ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ +5 ഇവിടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? അല്ലെ ഇവിടെ ആഡ് ചെയ്ത് എന്താ 9 അല്ലേ കിട്ടുള്ളൂ. ഇവിടെ ആഡ് ചെയ്യും. രണ്ട് സൈഡിലും വേഗം ആഡ് ചെയ്തു. അല്ലാതെ നിങ്ങൾ നോക്കി പഠിപ്പിക്കരുത്. ഇവിടെ ആഡ് ചെയ്യണം, അവിടെ ആഡ് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഉണ്ടെന്ന് ആഡ് ചെയ്ത് നോക്കുക. അത് ഇവിടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 4. ദാറ്റ്സ് ഓൾ. കണ്ടോ, ഓർത്ത് നോക്കാം. ഇവിടെ ആഡ് ചെയ്താൽ 9 കിട്ടും. അപ്പൊ അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഡിഫറൻസ് കണ്ടെത്താൻ ഞാൻ പറഞ്ഞ ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഡിഫറൻസ് ഫൈൻഡ് ചെയ്യാം. എങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്? ഡിഫറൻസ്. എന്നിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ ഈക്വൽ നമ്പർ രണ്ട് സൈഡിലും കിട്ടണം. ഈ പോയിന്റിന്റെ വേർഡ് എന്തായിരുന്നു? ഇൻ അസിഡിക് മീഡിയം അഡീഷൻ ഓഫ് H+ അയോൺ അല്ലെ? H+ അയോൺ ആഡ് ചെയ്യുക എന്നിട്ട് മേക്ക് ദം ഈക്വൽ. അപ്പൊ നമ്മൾ ഓൾറെഡി കിട്ടി. ഞാൻ വേറെ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ശ്രദ്ധിക്കുക, ഈ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ. സ്റ്റെപ്പ് 5 വേഗം എഴുതിയേ. സ്റ്റെപ്പ് 5 വേഗം എടുത്തെഴുത്. സ്റ്റെപ്പ് 5 എന്തായിരുന്നു? സ്റ്റെപ്പ് 5 പറഞ്ഞേ. ഫൈൻഡ് ദി counting the hydrogen atom and add appropriate number of water molecule. വേഗം എഴുതുക കേട്ടോ. add appropriate number of water molecule. add appropriate number of water molecule. ഈ ക്വസ്റ്റ്യൻ വീണ്ടും എടുത്തെഴുതണം കേട്ടോ. വീണ്ടും എടുത്തെഴുതണം. എഴുതിയോ? ദെൻ നെക്സ്റ്റ് വേദതിയുടെ ഫ്രണ്ട് ഈ റോ ഉള്ള ആൾക്കാർ നിങ്ങൾ കേട്ടോ, 3 പേരുണ്ട്. നാക്ഷി അടക്കം. നിങ്ങൾ എത്ര വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം എന്ന് പറയണം. എത്ര H+ ഉണ്ട്? അപ്പൊ ഇവിടെയും ഈക്വൽ ആക്കണ്ട, ബാലൻസ് ചെയ്യാനല്ലേ ഈ ഹെഡിങ് അല്ലെ? അപ്പോ എത്ര വാട്ടർ മോളിക്യൂൾ ഈ സൈഡിൽ ആഡ് ചെയ്യും? കാരണം H നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. എത്ര ആഡ് ചെയ്യും? പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. 8H ന് ഈക്വൽ ആയിട്ട് എത്ര കൊടുക്കണം? അപ്പുറത്ത എത്രയാ? 8H2O വന്നു കഴിഞ്ഞാൽ എത്രയാവും? അവർ പറഞ്ഞോ അല്ലെ? നമുക്ക് നോക്കാം. 8H2O ശരിയാവോ? 4H2O അല്ലെ? ഓക്കെ, 4H2O. അപ്പൊ 4 × 2 8 കേട്ടോ. ഓർത്ത് നോക്കാം. 4 × 2 8 കണ്ടോ? ഓർത്ത് നോക്കാം. ഈ പോയിന്റിൽ നിങ്ങൾ എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയേ. എല്ലാം ഈക്വൽ ആയിട്ടുണ്ടാവും. 4H2O. ഇനി ക്രോസ് ചെക്ക് ചെയ്യാം. എത്ര ക്രോമിയം ഉണ്ട്? ബാലൻസിങ് ആണോ നോക്ക്. ക്രോമിയം എത്രയാ? 2. സൾഫർ എത്രയാ? 3 അല്ലെ? ഓക്സിജൻ എത്രയാ? ഒന്ന് കൗണ്ട് ചെയ്തേ. ഈ സൈഡില് 7. 3 × 3 എത്രയാ? 9. 9 + 7 എത്രയാ? പറയ്. ഈ സൈഡിൽ 16 ഉണ്ടോ? ചെക്ക് ചെയ്തേ. 3 × 4 12. 12 + 4 16. അത് കറക്റ്റ് ആയിക്കോളും. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ഓക്സിജൻ ഒക്കെ ഈ സ്റ്റെപ്പ് എത്തുമ്പോ കറക്റ്റ് ആയി വന്നോളും. കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തുമ്പോ ഹൈഡ്രജൻ കറക്റ്റ് ആണോ നോക്കിയേ. ഹൈഡ്രജൻ എത്രയാ? 4 × 2 8. ഇവിടെ 8 ഉണ്ട്. കണ്ടോ? ഓർത്ത് നോക്കാം. കറക്റ്റ് ആയി. ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തുമ്പോ ആ ഹൈഡ്രജൻ ഒക്കെ ആഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അത് ബാലൻസ് ചെയ്ത് എത്തും കേട്ടോ. ഓക്കെ, ഇതാണ് ബാലൻസിങ് റിഡോക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ചോദിച്ചു എന്ത് പറ്റി? 5th സ്റ്റെപ്പില് ഇവിടെ എത്ര H+ ഉണ്ടെന്ന് നോക്കും. എത്ര H+ ഉണ്ട്? 8. ഇവിടെ വേറെ എന്തെങ്കിലും H ഉണ്ടെങ്കിൽ ആ H ഒക്കെ കൗണ്ട് ചെയ്യും. ഓക്കെ, അത്രയും നമ്പർ വാട്ടർ ആഡ് ചെയ്യണം. അപ്പൊ എത്ര ഉണ്ട്? 4 × 2 എത്രയായി? 8. അത്രയും വാട്ടർ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ 10 ആയിരുന്നു വെച്ചെങ്കിൽ എത്ര ആഡ് ചെയ്യും മീനാക്ഷി? 5H2. അത്ര ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പൊ Hന് ഈക്വൽ ആവുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്തതിൽ വരുമ്പോ വേറെ H ഒക്കെ ഉണ്ടാവും ഇവിടെ, വേറെ എന്തെങ്കിലും ഒക്കെ. അപ്പൊ അതൊക്കെ നോക്കണം.
ഇനി ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ വേറൊരു എച്ച് ഉണ്ടാവും, ആ എച്ചിനെ എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഇപ്പൊ വേറെ HSO4 മൈനസ് അങ്ങനെ ഒരു കോമ്പൗണ്ട് വന്നാൽ എന്ത് ചെയ്യും? അപ്പൊ എച്ചിനെ നമ്മൾ രണ്ട് സൈഡിലും നോക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള എന്ത് കൊടുത്താൽ മതി? വാട്ടർ കൊടുത്താൽ മതി. അതാണ് അടുത്ത ക്വസ്റ്റ്യൻസിന്റെ ചലഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര എച്ച് ഉണ്ടോ അതിനെ ബാലൻസ് ചെയ്യാൻ ആരാ കൊടുക്കണ്ടേ? വാട്ടർ. 4H2 കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ എന്തായിരുന്നു? അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ്, എന്താ എഴുതി വെച്ചേക്കുന്ന വേർഡ്? അപ്രോപ്രിയേറ്റ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ കേട്ടോ. ഓക്കെ, അപ്പോ വീട്ടിൽ പോയിട്ട് ഇത് ഒരു പ്രാവശ്യം വൃത്തിയിൽ ഒന്ന് ചെയ്തു നോക്കണം, ആ സ്റ്റെപ്പുകളൊക്കെ ക്ലാരിറ്റിയിലേക്ക് വരണം. ദെൻ ഇതിന്റെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചേക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, അടുത്തൊരു മെത്തേഡ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഓർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ മെത്തേഡ്. അത് രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കരുത്. കാരണം എന്താ? ഈ മെത്തേഡിൽ തന്നെ ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ചെയ്യാൻ പറ്റും. വേറൊരു രീതിയാണ്, വേറെ ഒന്നുമില്ല. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എഴുതിയില്ലേ, അതിന് രണ്ട് ടേബിൾ ആക്കാം. ഒരെണ്ണം ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതിന് രണ്ടിനെയും ഈക്വൽ ആക്കും. ഇലക്ട്രോൺ കാണിക്കണം, അതിന് വ്യത്യാസമുള്ളൂ. എന്നിട്ട് രണ്ടിനെയും ഒരുമിച്ചിടും. അപ്പൊ ഇതേ മെത്തേഡിൽ തന്നെ അവരെന്ത് ചെയ്യും? രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനെയാണ് വിളിക്കുന്നത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടാവും? ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ്. നമ്മൾ നേരത്തെ ഇങ്ങനെ എഴുതിയില്ലേ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റിയിട്ട് ഒരു ടേബിൾ ആക്കും. റിഡക്ഷൻ ഇങ്ങനെ എഴുതിയില്ലേ, അതിനെ മാറ്റി വേറെ ടേബിൾ ആക്കി ക്ലിയർ ചെയ്യുന്നതാണ്. അതിപ്പോ പഠിക്കണ്ട, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഈ മെത്തേഡ് കറക്റ്റ് ആയതിനു ശേഷം മാത്രം അത് നോക്കുക കേട്ടോ. ചില സ്കൂളിൽ അത് എടുക്കില്ല, ഏതെങ്കിലും ഒരു മെത്തേഡ് എഴുതിയാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ രണ്ടും എടുക്കും, കാരണം മിക്സിംഗ് ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം എറർ വരാതിരിക്കാൻ വേണ്ടി. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 5 സ്റ്റെപ്പ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തൊരു ഹെഡിങ്ങിലേക്ക് എഴുതി വെച്ചോ കേട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം കുറച്ച് ചെയ്യുമ്പോൾ. അടുത്ത ഹെഡിങ് എഴുതി വെച്ചു, റിഡോക്സ് റിയാക്ഷൻ. അടുത്ത ഹെഡിങ് കേട്ടോ, റിഡോക്സ് റിയാക്ഷൻ as the basis for titration. Redox reaction as the basis for titration. Titration. Titration എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങി എത്ര പേർക്ക് പ്രാക്ടിക്കൽ ടൈട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്? സോൾട്ട് അനാലിസിസ് അല്ലേ നമുക്ക് വരുന്ന പ്രാക്ടിക്കൽ +2 വരുന്ന അതേ ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സോൾട്ട് അനാലിസിസ്, രണ്ടാമത്തെ കാറ്റഗറി വരുന്ന വോളിമെട്രിക് അല്ലെ, ഓർത്ത് വെക്കാം. നിങ്ങൾ അനാലിസിസ് വരും. ആ വോളിമെട്രിക്കിൽ വരുന്നതാണ് പിപ്പറ്റ്, ബ്യൂററ്റ്, ടൈട്രേഷൻ ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ആ ടൈട്രേഷനിൽ നിങ്ങളുടെ മെയിൻ ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾ ഇല്ലേ, പ്രിൻസിപ്പിൾ അവിടെ എന്തായിരിക്കും? അത് ഏത് ടൈപ്പ് റിയാക്ഷനാ? റിഡോക്സ്. അതെന്തായിരുന്നു? റിഡോക്സ്. അവിടെ ഈ ഇക്വേഷൻ വരും, ഇത് ഇതുപോലത്തെ കണ്ടില്ലേ, അതുപോലത്തെ ഇക്വേഷൻസ് ഉണ്ടാവും വരുന്നത്. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ നിങ്ങൾ എന്തായാലും ക്ലിയർ ആയിട്ട് പഠിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ടൈട്രേഷൻ പഠിപ്പിച്ചു? ഓക്സാലിക് ആസിഡ് എടുത്തോ? മോർ സോൾട്ട് എടുത്തോ? മോർ സോൾട്ട് ഇല്ല, ഓക്സാലിക് ആസിഡ് എടുത്തു. ഓക്കെ, അപ്പോ നമ്മള് അല്ലെ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഒക്കെ, ഫിനോഫ്തലിൻ ഇങ്ങനെയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അറിയാം അല്ലെ, ഓർത്ത് നോക്കാം. എന്തിനാ അത് പഠിച്ചേ? ടൈട്രേഷൻ. ടൈട്രേഷൻ എന്താണ്? സ്ട്രെങ്ത് അല്ലെ, സ്ട്രെങ്ത് ഓഫ് അസിഡിക് മീഡിയ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എക്സ്ട്രാക്ട് ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാക്ടിന്റെ സ്ട്രെങ്ത് കണ്ടെത്തുന്നു കേട്ടോ, ഓർത്ത് നോക്കാം. സ്ട്രെങ്ത് കണ്ടെത്തുന്നു, ആ സ്ട്രെങ്ത് അല്ലെ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെ. ഓക്കെ, അനലൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളത് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പൊ ഇയാളുടെ വീട്ടിലൊരു സിട്രസ് ഫ്രൂട്ട് ഉണ്ട് കേട്ടോ, ഓർത്ത് നോക്കാം. ഇയാൾ ഓസ്ട്രേലിയയിൽ നിന്ന് ആ സിട്രസ് ഫ്രൂട്ട് കൊണ്ടുവന്നേക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും അല്ലെ. അപ്പൊ ആ സിട്രസ് ഫ്രൂട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ നട്ട് വളർത്തി അയാൾ എടുത്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കും. ജ്യൂസ് എടുത്തിട്ട് അതെന്ത് ചെയ്യും? അതിന്റെ സ്ട്രെങ്ത് അല്ലെ, എത്ര സ്ട്രെങ്ത് ഉണ്ട്, എത്രയാണ് pH എന്നുള്ളതൊക്കെ നോക്കി കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് സ്ട്രെങ്ത് എടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വോളിമെട്രിക് അനാലിസിസ് അല്ലെ. വോളിമെട്രിക് അനാലിസിസ് വെച്ച് അതിന്റെ കറക്റ്റ് സ്ട്രെങ്ത് ഒക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ അൺനോൺ ആയിട്ടുള്ള ഒരു മീഡിയം, ആ അൺനോൺ മീഡിയത്തിന്റെ കോൺസെൻട്രേഷൻ സ്ട്രെങ്ത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് എന്താ? വോളിമെട്രിക് അനാലിസിസ്. സോൾട്ട് അനാലിസിസ് എന്തിനാ വേണ്ടിയിട്ടാണ്? അൺനോൺ സോൾട്ട് അല്ലെ, നമുക്ക് അറിയാത്ത ഒരു സോൾട്ട് ഉണ്ടോ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോമ്പൗണ്ട് എടുത്തു, ആ കോമ്പൗണ്ടിൽ നമ്മൾ കാൽസ്യം ഉണ്ടോ അല്ലെ, മെഗ്നീഷ്യം ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡുകളാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അനാലിസിസ് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ട് ഇവിടെ പഠിപ്പിക്കാൻ കാരണം, ഈ റിയാക്ഷൻസ് മുഴുവനും എന്താണ്? ജനറലി റിഡോക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ റിഡോക്സ് ആണ് ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ ടൈട്രേഷന്റെ ഫസ്റ്റ് പോയിന്റ് ആണ്. In acid-base system,
titration method for finding out titration method for finding out in acid base systems, comma, titration method for finding out the strength of one solution, strength of one solution, strength of one solution against the other using a pH against the other using a pH sensitive indicator, pH sensitive indicator, pH sensitive indicator. Titration method for finding out the strength of one solution against the other using a pH sensitive indicator. Full stop. Similarly in redox system, comma, the titration method can be adopted to similarly in redox system, comma, the titration method can be adopted to determine the strength of a reductant, strength of a reductant. What do you mean reductant? Or oxidant, തന്നെ കേട്ടോ, ഓർത്ത് നോക്കുക. റിഡക്റ്റന്റ് എന്ന് പറയുമ്പോൾ റെഡ്യൂസിങ് ഏജന്റ്, ഷോർട്ട് ഓഫ് ഫോം ആക്കി വിളിക്കുന്നു കേട്ടോ. റിഡക്റ്റന്റ് ഓർ ഓക്സിഡന്റ് യൂസിങ് എ റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ, യൂസിങ് എ റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ. യൂസിങ് എ റിഡോക്സ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ. ഇതിൽ മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പ് വ്യക്തി എക്സാമ്പിൾ ഡീറ്റെയിൽ ആണ്. നമുക്ക് അതിന്റെ ചെറിയ പോയിന്റ്സുകൾ എഴുതണം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് അടുത്ത ലൈനിൽ ഒരു ബുള്ളറ്റ്സ് ഇട്ട് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. ഇൻ വൺ സിറ്റുവേഷൻ the reagent itself one word വൈവ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് കേട്ടോ. വൈവ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമുക്ക് പ്രാക്ടിക്കലിന് വൈവ ഉണ്ടാവും. അതിന് ചോദിക്കുന്ന പോയിന്റ് ആണ് കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾ പ്ലസ് ടുവിനായാലും ഈ സാധനം ആവശ്യമാണ്. ഇപ്പൊ എഴുതുന്ന പോയിന്റ് നിങ്ങൾക്ക് പ്രാക്ടിക്കലുമായിട്ട് റിലേറ്റഡ് ആണ്. നോർമലി നിങ്ങൾക്ക് ഈ പറഞ്ഞിപ്പം നമ്മൾ എഴുതുന്ന പോയിന്റുകൾ ഒന്നും തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കില്ല, നോർമലി ചോദിക്കാറില്ല. പക്ഷെ അത് പ്രാക്ടിക്കലിന് വൈവ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അത് ഇതാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ വോളിമെട്രിക് അനാലിസിസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വൈവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് കേട്ടോ. ഓക്കെ, 11th ആവശ്യമുണ്ട്, 12th ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഈ പോയിന്റ് എഴുതി. ഇൻ വൺ സിറ്റുവേഷൻ ദ റിയേജന്റ് ഇറ്റ്സെൽഫ് ഈസ് ഇന്റൻസ്ലി കളേർഡ്. ഇൻ വൺ സിറ്റുവേഷൻ ദ റിയേജന്റ് ഇറ്റ്സെൽഫ് ഈസ് ഇന്റൻസ്ലി കളേർഡ്. intensely colored. Example, permanganate. Example, permanganate. 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 Bracket എഴുതി വെക്കാം. Act as a self indicator. Act as a self indicator. കേട്ടോ, പെർമാംഗനേറ്റ് എന്ന് അവർ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിൽ ഇത് ഇങ്ങനെയായിരിക്കും. KMnO4. KMnO4. കേട്ടോ, ഓർത്ത് നോക്ക്. ഇത് അതിന്റെ പേരെന്താ? പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതും 10th പഠിച്ചാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇതും എന്ത് തന്നെയാണ്? ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഇതിന്റെ അയണിക് ഇക്വേഷൻ നിങ്ങൾ പ്രാക്ടിക്കലിന് എഴുതുമ്പോൾ എന്ത് എഴുതുള്ളൂ? ആരെ മാറ്റം? കെ മാറിക്കഴിഞ്ഞാൽ എന്ത് വിളിക്കും? MnO4. കെയുടെ ചാർജ് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് പോയ K പ്ലസ് ആർ MnO4 മൈനസ്. ഈ കോമ്പൗണ്ടിന്റെ പേരാണ് മാംഗനേറ്റ് അയോൺ. എന്താണ്? മാംഗനേറ്റ് അയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. സോറി, പെർമാംഗനേറ്റ് അയോൺ. എന്തായിരുന്നു? പെർമാംഗനേറ്റ് അയോൺ. കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ പേര് പെർമാംഗനേറ്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. മാംഗനേറ്റ് ഏതാണെന്ന് അറിയോ? ഇപ്പൊ മാംഗനേറ്റ് പറഞ്ഞേക്കാം. MnO4 2 മൈനസ്.
ഇതിന്റെ പേരെന്തായിരിക്കും? മാംഗനേറ്റ്. ഇതിന്റെ പേരെന്താ? പെർമാംഗനേറ്റ്. അപ്പൊ ശരിക്കും മാംഗനേറ്റ് എങ്ങനെ ഇരിക്കും? K2MnO4. ഇതിന്റെ പേര് മാംഗനേറ്റ്, ഇതിന്റെ പേര് പെർമാംഗനേറ്റ്. നമ്മൾ എഴുതിയേക്കുന്നത് എന്ത് തന്നെയാ? പെർമാംഗനേറ്റ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇനി ഇൻ കേസ് എവിടെയെങ്കിലും മാംഗനേറ്റ് കണ്ടു കഴിഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ MnO4 മൈനസ്. അത് എവിടെ നിന്ന് കിട്ടുന്നു? KMnO4. ഇതിനെന്താ എഴുതിയത്? ഇതെന്തിനാ എഴുതിയത്? ഒരൊറ്റ വേർഡാണ്, സെൽഫ് ഇൻഡിക്കേറ്റർ. ഇതിന് വേറെ അല്ലെ നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നും കൊടുക്കണ്ട, അതിന് തന്നെ ഒരു കളർ ഉണ്ട് ആക്ച്വലി പെർമാംഗനേറ്റ്. അപ്പൊ ഒരു ഡ്രോപ്പ് ഇടുമ്പോ എൻഡ് പോയിന്റിൽ അത് കളർ മുഴുവൻ എന്ത് ചെയ്യും? പോകും അല്ലെ. അപ്പൊ രണ്ടെണ്ണമായിട്ട് ടൈട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് ഓൾറെഡി ആരെ പോലെ ആക്ട് ചെയ്യും? ഇൻഡിക്കേറ്ററിനെ പോലെ ആക്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ പോയിന്റ് കേട്ടോ. നെക്സ്റ്റ് എഴുതി വെച്ചു. ഈ മാംഗനേറ്റിന്റെ കളർ എഴുതിക്കോ കേട്ടോ, പിങ്ക് കളർ മാംഗനേറ്റ് കേട്ടോ, കളർ പിങ്ക്, മാംഗനേറ്റ് കളർ പിങ്ക്, മാംഗനേറ്റ് കളർ പിങ്ക്. ഇത്രയും എഴുതാൻ പോയിന്റ് ഒറ്റ വേർഡ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട, സെൽഫ് ഇൻഡിക്കേറ്റർ. നിങ്ങൾ ഇത്ര അറിയേണ്ട ആവശ്യമുള്ളൂ, ഈ വേർഡ് ഒന്നും മാംഗനേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ തന്നെ സെൽഫ് ഇൻഡിക്കേറ്റർ എന്നുള്ള വേർഡ് കിട്ടും. പ്രാക്ടിക്കലി ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുപോലെ ഈ സെൽഫ് ഇൻഡിക്കേറ്റർ ആണെന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ പെർമാംഗനേറ്റ് പറയാൻ പറ്റണം കേട്ടോ. അപ്പൊ ആ സെൽഫ് ഇൻഡിക്കേറ്റർ എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യും. സെക്കൻഡ് പോയിന്റ് എടുക്കുക കേട്ടോ. Second point. If there is no dramatic, second point. Second point. If there is no dramatic auto color change, if there is no dramatic auto color change, auto color change, comma, there are indicators which are oxidized immediately after the last bit of the reactant is consumed. Comma, producing a dramatic color change. അപ്പോ ഇവിടെ ഓട്ടോ കളർ ചേഞ്ച് എന്ന് പറയുന്ന ഇതെന്താ പരിപാടി? നിങ്ങൾക്കറിയാലോ പിപ്പറ്റ് പ്യൂരിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കും അല്ലെ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്തായിരുന്നു? ഇതിന്റെ പേരെന്താ? ഇതാണ് കോണിക്കൽ ഫ്ലാസ്ക്. പറഞ്ഞു ആരോ പറയുന്നുണ്ട്. ഇതിൽ ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കേട്ടോ. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ആണ് കേട്ടോ. ഇതില് എത്രയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്? ഇതിപ്പോ എത്രയാന്ന് നോക്കിയേ? 100 അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ട് അല്ലെ. ഇതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഇവിടെ നിന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷനിൽ നിന്ന് എന്തെടുക്കും? ഈ സാധനത്തിന്റെ പേര് അത് പൊട്ടിപ്പോയി പിപ്പറ്റിൽ നിന്ന് എന്ത് ചെയ്യും? എടുക്കും. എത്ര ml എടുക്കാറുണ്ട് നോർമലി? 20 ml എടുത്ത് ഇതിലേക്ക് കൊടുക്കും. കോണിക്കൽ ഫ്ലാസ്ക് അല്ലെ. ഓർത്ത് വെക്കാം. ആ കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിപ്പറ്റ് അല്ലെ. എന്തൊന്നും ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ പേരെന്താ? പ്യൂററ്റ് അല്ലെ. ഓൾറെഡി പ്യൂററ്റിൽ നമ്മൾ ഫില്ല് ചെയ്യും.
എന്നിട്ട് എങ്ങനെയാ നമ്മൾ ഇടുന്നത്? എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും അല്ലെ, എന്നിട്ട് നമ്മൾ ഓൺ ആക്കുക, എപ്പോഴെങ്കിലും ഓഫ് ആകാൻ വേണ്ടിയിട്ട് ഡ്രോപ്പ് ആയിട്ട് വരുന്നു. നമ്മള് ഇല്ലേ ആ സാധനം എടുക്കില്ല, ഇങ്ങനെ പൊട്ടിപ്പോയത് കേട്ടോ. എടുത്തിട്ട് നമ്മള് റിങ്സ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ടാമത്തെ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് വേർഡ് വായിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് പറ്റുന്ന പറഞ്ഞേ ആ വേർഡ് വായിച്ചോ. ഓട്ടോ കളർ ചേഞ്ച്. There are indicators which are oxidized immediately. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് മിസ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, ചെയ്യണ സമയത്ത് നമ്മള് ഇതിപ്പോ എന്തായിരുന്നു KMNO4 സെൽഫ് ഇൻഡിക്കേറ്റർ ആണ്. അല്ലാതെ ഇത് കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യും അല്ലെ, വേറെ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യണ സമയത്ത് നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പാടില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ ഡ്രോപ്സ് സ്പീഡിലാവാം. നിങ്ങൾ സ്പീഡിൽ റിങ്സ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു എൻ പോയിന്റ് എത്ര സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഒഴിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. നിങ്ങൾ ഒരു ഡ്രോപ്പ് ഇടുമ്പോ വേണം അല്ലെ കളർ ചേഞ്ച് ആവാൻ. അപ്പൊ ആ ഡ്രോപ്പ് നിങ്ങൾ ഇടയ്ക്കൊക്കെ നോക്കൂ അല്ലെ, ഇങ്ങനെ എടുത്തിട്ട് ലൈറ്റിലൊക്കെ നോക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ഒരു പേപ്പറൊക്കെ വെച്ച് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അങ്ങനെ പറഞ്ഞില്ലേ. അങ്ങനെ ചെയ്ത് നോക്കണോട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റും, നിങ്ങളിപ്പോ അല്ലെ ഇയാള് നിൽക്കുന്നുണ്ട്, ഇയാളെ കളർ നോക്കിട്ടോ കളർ മാറി അതിന് ഷെയ്ഡ് അടിക്കും. ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങള് അല്ലെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞല്ലേ മിസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വെക്കുന്നതിന്റെ ഇതിന്റെ താഴെ എന്ത് ചെയ്യണം, വൈറ്റ് പേപ്പർ വെക്കണം കേട്ടോ. വൈറ്റ് പേപ്പർ വെച്ച് നോക്കണം കേട്ടോ. വൈറ്റ് ടൈലാണ്. നിങ്ങൾക്ക് വൈറ്റ് ടൈലാണെങ്കിൽ അത് മതി കേട്ടോ. ഞങ്ങളുടെ ടൈമിലൊന്നും വൈറ്റ് ടൈലൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, വൈറ്റ് ടൈലാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പൊ ആ വൈറ്റ് ടൈൽ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ച് നോക്കണം കേട്ടോ. വെക്കാം. അപ്പൊ ആ കളർ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യും. അപ്പൊ കളർ മാറി തുടങ്ങുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓരോരോ ഡ്രോപ്പ് ഇടുക, എന്നിട്ടാണ് വരുന്നത്. ഒരു പെർട്ടിക്കുലർ ഡ്രോപ്പിൽ അത് കറക്റ്റ് ആയിട്ട് പോകണം. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ് അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അവിടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാതെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലാസ്റ്റ് ബിറ്റ് ഓഫ് ദി റിയാക്ടന്റ് ഈസ് കൺസ്യൂം പ്രൊഡ്യൂസ് ഡ്രാസ്റ്റിക് കളർ ചേഞ്ച്. ആ ഡ്രാസ്റ്റിക് കളർ ചേഞ്ച് ഒരു ഡ്രോപ്പിൽ വരാനുള്ള റീസൺ ആണ് എഴുതി വെച്ചത് ഡോക്ടർ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഡോക്ടർ. അതെ ഈ ഇത്രയും പോയിന്റ്സുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ 2 പോയിന്റ് ഉള്ളൂ, സെൽഫ് ഇൻഡിക്കേറ്റർ, പിന്നെ നിങ്ങൾ കൊടുക്കുന്ന എൻ പോയിന്റ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഈ ടോപ്പിക്കിൽ വരാൻ കാരണം ഇത് എന്ത് ചേഞ്ച് ആണ്, റിഡോക്സ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ ഇതുപോലത്തെ ഇക്വേഷൻ എഴുതി വരും. ഇത് ഓൾറെഡി തരും ബാലൻസ്ഡ് ഇക്വേഷൻ ആയിരിക്കും കാണാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾക്ക് പഠിക്കുന്ന ഓക്സാലിക് ആസിഡ്, മോർ സോൾട്ട്, അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും എന്താണ് ഇതുപോലത്തെ ഇക്വേഷൻസ് ഉണ്ടാവും. കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഹെഡിങ് വരുന്ന നെക്സ്റ്റ് ഹെഡിങ് കേട്ടോ, റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോഡ് പ്രോസസ്. നെക്സ്റ്റ് ഹെഡിങ് റിഡോക്സ് റിയാക്ഷൻ ആൻഡ് ഇലക്ട്രോഡ് പ്രോസസ്. അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വേറെ കൺസെപ്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യാം. റിഡോക്സ് redox reaction and electrode process. Redox reaction and electrode കേട്ടോ, electrode process. Redox reaction and electrode process. ഈ ഹെഡിങ് ഒന്നും പേടിക്കണ്ട, ഇതിന് ഷോർട്ടാക്കി പറഞ്ഞ ബാറ്ററി എന്ന് പറഞ്ഞേ. ബാറ്ററിയിൽ എന്താണ് പറയുന്നത്? ബാറ്ററിയിൽ എന്താ പറയുന്നത്? റിഡോക്സ്. ബാറ്ററിയിൽ എന്താണ് വരുന്നത്? റിഡോക്സ്. അപ്പൊ റിഡോക്സ് നടന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ബാറ്ററി വർക്ക് ചെയ്യുന്നത് അല്ലെ. ബാറ്ററിയിൽ 2 ടെർമിനൽ ഉണ്ടാവും അല്ലെ. വീട്ടില് റിമോട്ടിലൊക്കെ ബാറ്ററി ഉണ്ടാവും. ആ റിമോട്ടിലുള്ള ബാറ്ററിയിൽ എന്തുണ്ടാവും, 2 ടെർമിനൽ ഉണ്ടാവും. എന്തൊക്കെ ടെർമിനലോ കണ്ടിട്ടുണ്ട് അല്ലെ. 2 ടെർമിനൽ ഉണ്ടാവും. ഏതൊക്കെയാണ് ഈ ടെർമിനലിന്റെ പേരെന്താ പറയില്ല ഇവിടെ? പോസിറ്റീവ്. ഇതെന്തായിരുന്നു? നെഗറ്റീവ്. ഉണ്ടാവും. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാറ്ററിയില് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി ലോൺ എന്ന് പറയുന്ന ഒരു വേർഡ് പഠിക്കണം. ബാറ്ററിക്ക് വേണ്ടി മാത്രമാണ് ലോൺ. ലോൺ എന്ന് പറഞ്ഞാൽ ലോൺ കേട്ടോ. ലോൺ, ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. അതൊരു ഷോർട്ട് ഫോം ആണ്. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ നടക്കുന്നത് നെഗറ്റീവ് അല്ലേ, ഇവിടെ എന്തായിരിക്കും നടക്കുന്നത്? ഓക്സിഡേഷൻ. ഇവിടെ എന്ത് റിയാക്ഷൻ നടക്കുന്നത്? ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യില്ലേ അല്ലെ. ലോസ് ഓഫ് ഇലക്ട്രോൺ എന്താ? ഓക്സിഡേഷൻ. ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ. അങ്ങനെ ഇലക്ട്രോൺ പോണ സമയത്ത് നമ്മൾ ഇതേ ലൈറ്റ് ഇട്ട് കത്തിച്ചിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെയാണ് കത്തത് അല്ലെ. ഇലക്ട്രോണിന്റെ ഫ്ലോയിങ് ആണ് ഇലക്ട്രിസിറ്റി അല്ലെ. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന ആ ഇലക്ട്രോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കണ്ടെത്തിയിരുന്ന ഒരു സെല്ലാണ് ഡാനിയൽ സെൽ. അതിന്റെ പിക്ചറാണ് നിങ്ങൾക്ക് പറയുന്നത് കേട്ടോ. ആ ഡാനിയൽ സെല്ലിന്റെ രീതിയിൽ വരുന്നതാണ്. ഇതിന്റെ പേരെന്താ? ഈ ബാറ്ററിയുടെ പേരെന്താ? കടയിൽ പോയിട്ട് എന്ത് പറയും?
ട്രിപ്പിൾ എ എന്നൊക്കെ പറയും അല്ലേ? ശരിക്കും സയന്റിഫിക് പേര് എന്താ? സയന്റിഫിക് പേര് ചോദിച്ചാൽ അധികം തരില്ല. എന്തായിരിക്കും? ട്രൈസെൽ. എന്തായിരുന്നു? ട്രൈസെൽ. വേറൊരു പേരുണ്ട് കേട്ടോ, ഇനി കടയിൽ ആ പേര് പറഞ്ഞത് ലെക്ലാഞ്ചർ സെൽ. എന്തായിരുന്നു? ലെക്ലാഞ്ചർ സെൽ. കേട്ടോ കടക്കാൻ അപ്പോ ഇതിന്റെ പേരാണ് ശരിക്കുള്ള ഇതിന്റെ സയന്റിഫിക് നെയിം ലെക്ലാഞ്ചർ സെൽ ഓർ ട്രൈസെൽ എന്നാണ്. ഇത് വിഷമിക്കാനൊന്നുമില്ല, പ്ലസ് ടു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിന്റെ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോയിഡ് എല്ലാം കേട്ടോ. ഇതിൽ ഈ മിഡിൽ കണ്ട ഇത് പൊന്തി നിൽക്കുന്നില്ലേ, അവിടെ നിന്ന് മിഡിലേക്ക് ആരെങ്കിലും ബാറ്ററി പൊട്ടിച്ചിട്ട് കണ്ടോ? മിഡിലൊരു കാർബൺ റോഡ് ഉണ്ടാവും. എന്തായിരുന്നു? കാർബൺ റോഡ് പൗഡർഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ്. അതാണ് ആരായിട്ട് നിൽക്കുന്നത്? ഈ പറയുന്ന കാഥോഡ് കേട്ടോ. ഇത് ഞാൻ പിടിച്ചിട്ടില്ലേ, ആരെയാ പിടിച്ചേക്കുന്നത്? സിങ്ക്. സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആൻ ആനോഡ്. പിടിച്ചേക്കുന്ന ആരെയാ? സിങ്ക് കണ്ടെയ്നർ. ഇതെന്തായിരുന്നു? സിങ്ക് കണ്ടെയ്നർ ആക്ട് ആസ് ആൻ കേട്ടോ. ഈ മിഡിലുള്ള ഇത് ഒരു കാർബൺ റോഡാണ്. കാർബൺ റോഡ് പൗഡർഡ് വിത്ത് മാംഗനീസ് ഓക്സൈഡ്. ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ അമോണിയം ക്ലോറൈഡ് ഒക്കെ ഉണ്ട്. ഇത് ഇലക്ട്രോ ലിക്വിഡ് ഉണ്ടാവും ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ ഈ പറയുന്ന ഈ ബാറ്ററിയുടെ ആദ്യത്തെ ഒരു മിനിയേച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഡാനിയൽസിന്റെ. ഡാനിയൽസിന്റെ ഒരു പിക്ചറാണ് നമുക്ക് വരക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ സയന്റിഫിക്കലി അത് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പിക്ചേഴ്സ് ആണ് പിന്നെ രണ്ട് ബീക്കേഴ്സ്. അതില് വേഗം വരച്ചു കേട്ടോ. Daniel cell എന്നാണ് heading. DANIEL. Daniel cell or electrochemical cell. ആരും വിഷമിക്കണ്ട. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്ന കേട്ടോ, നിങ്ങൾ ഡൗട്ട് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോളിസിസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇതെന്താ? ബാറ്ററി. അതും രണ്ടും ഓപ്പോസിറ്റ് ആണ്. മനസ്സിലായി? ഇത് ബാറ്ററി, മറ്റേതെന്താ? ബാറ്ററിയിൽ എന്താ നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടന്ന ഇലക്ട്രിസിറ്റി വരും. ഇലക്ട്രോളിസിസ് എന്താ നടക്കുന്നത്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോ കെമിക്കൽ റിയാക്ഷൻ നടക്കും അല്ലെ. അപ്പൊ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ബോഡി കൂടി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അല്ലെ. അപ്പൊ എനിക്ക് എന്ത് നടക്കും? ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്ന് വെട്ടിയിലാക്കേണ്ടി വരും. അതേസമയത്ത് ബാറ്ററിയിലാണെങ്കിൽ എന്ത് ചെയ്യും? ബാറ്ററിയിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ഓർത്ത് നോക്കാം. അപ്പൊ നോർമലി ഇവിടെ നോക്കിയേ, കാറ്റയോൺ മൂവ് ടു കാഥോഡ് എന്താ പറയുന്നത്? കാറ്റയോൺ മൂവ് ടു കാഥോഡ്. അത് പഠിപ്പിച്ചത് ഇലക്ട്രോളിസിസ്. എന്തായിരുന്നു? ഇലക്ട്രോളിസിസ്.
അവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അത് ഇതും കൂടി അടുത്ത വർഷം ഒരു ചാപ്റ്ററിലുള്ളത്. അപ്പൊ കുറച്ച് സമയം കാൽക്കുലസ് എന്ന് പറയുന്നത് എന്താ ഇലക്ട്രോളിസിസിൽ എന്തായിരിക്കും ഇത്? ഇലക്ട്രോളിസിസിൽ വരുമ്പോൾ എന്താ ഓപ്പോസിറ്റ് ആവും. ഇവിടെ ശ്രദ്ധിക്കുക, കാഥോഡ് പോസിറ്റീവ് ബാറ്ററിയിൽ, ഇലക്ട്രോളിസിസിൽ കാഥോഡ് എന്താ നെഗറ്റീവ്. മനസ്സിലായോ? ഇലക്ട്രോളിസിസില് കാഥോഡ് എന്താ നെഗറ്റീവ്. അങ്ങനെ തെറ്റണമുണ്ട് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ പഠിപ്പിക്കും? ലോൺ. എന്താ പഠിപ്പിക്കുന്നത്? ലോൺ. ബാറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലോൺ എന്ന് പറയുന്നത് ഷോർട്ട് ഫോം കേട്ടോ. ലോൺ ഇതിലുള്ളതല്ല, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പമാണ് കേട്ടോ. ലോൺ, LOAN. എന്തായിരുന്നു ലോൺ? ബാറ്ററിക്ക് വേണ്ടി മാത്രം. എന്തായിരുന്നു? ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റിൽ ആരായിരിക്കണം? ആനോഡ് ആയിരിക്കണം. ലെഫ്റ്റ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഇക്വേഷൻ Zn gives Zn 2+, 0 എന്ന് 2+ വന്നു കേട്ടോ. പുറത്തു നോക്കാം. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. അപ്പൊ കാഥോഡ് എന്ന് പറയും റൈറ്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയി പറയും അല്ലെ? റൈറ്റ്. റിഡക്ഷൻ കാഥോഡ് പോസിറ്റീവ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ആയി പറയും. അപ്പൊ നോൺ വെച്ചിട്ടാണ് ഞാൻ ബാറ്ററി പറയാൻ നോക്കുന്നത്. കാരണം ആ ചാപ്റ്റർ തന്നെ അതെന്തായാലും അറിയാമല്ലോ. അത് വലിയ ക്വസ്റ്റൻ ഉണ്ട്. +2 ആണ്. ഇതിന്റെ ഇതേ പിക്ചർ വെച്ചിട്ടാണ് നിങ്ങൾക്ക് തുടങ്ങുന്ന ചാപ്റ്റർ. +2 പേരാണ് ഇലക്ട്രോകെമിസ്ട്രി. ചാപ്റ്റർ പേര് ഇലക്ട്രോകെമിസ്ട്രി. ഇതേ പിക്ചർ അടുത്ത വർഷം +2 നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വരക്കാനുണ്ട് കേട്ടോ. വേഗം ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക കേട്ടോ. ലോൺ ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ലോൺ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ട്രിപ്പാണ്, ഒരു ടിപ്സ് ആണ് കേട്ടോ. അല്ലാതെ എക്സാമിന് ലോൺ എന്നൊന്നും പറഞ്ഞ് എഴുതി വെക്കരുത് കേട്ടോ. ഓക്കെ, ആ സാറ് പറഞ്ഞു ലോൺ എഴുതാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല കേട്ടോ. നിങ്ങൾ ആ ഫുള്ള് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോൺ. ലെഫ്റ്റ് ഓക്സിഡേഷൻ ആനോഡ് നെഗറ്റീവ്. ഈ ട്യൂബ് ഉണ്ടോ? യു ഷേപ്പ് ട്യൂബാണ്. അതിന്റെ പേര് സോൾട്ട് ബ്രിഡ്ജ്. ഒന്ന് എഴുതി വെച്ചേ, സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് കേട്ടോ, സോൾട്ട് ബ്രിഡ്ജ്. സോൾട്ട് ബ്രിഡ്ജ്. ഇതിന് താഴെ എഴുതി നോക്കുക ഓക്സിഡേഷൻ ഹാഫ്. ഓക്സിഡേഷൻ ഹാഫ് കണ്ടോ? ഇതാണ് ഓക്സിഡേഷൻ നടക്കുന്ന ഹാഫ്. ഹാഫ് ഹാഫ് HAL ഹാഫ് കേട്ടോ. ഇതിന്റെ പേരെന്തായിരിക്കും? അപ്പോ ഇത് കണ്ടോ, Cu2+ Cu എന്തായിരിക്കും? റിഡക്ഷൻ ഹാഫ്. ഇതിന് താഴെ എഴുതുന്നു കേട്ടോ, റിഡക്ഷൻ ഹാഫ്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് നോക്കുന്നത്. ഓക്സിഡേഷൻ ഹാഫ്, ഇത് റിഡക്ഷൻ ഹാഫ്. അപ്പൊ ഇതിന് ഒരുമിച്ച് എന്ത് വിളിക്കും? ഇത് രണ്ടും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേര് റിഡോക്സ് കപ്പിൾ. എന്തായിരുന്നു? റിഡോക്സ് കപ്പിൾ. അപ്പൊ റിഡോക്സ് കപ്പിളിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ് ടുഗദർ ഈസ് നോൺ ആസ് റിഡോക്സ് കപ്പിൾ. എഴുതിക്കോ കേട്ടോ, റിഡോക്സ് കപ്പിൾ. റിഡോക്സ് കപ്പിൾ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റുകളാണ്. ഈ പോയിന്റ് എഴുതാൻ പോവാണ് കേട്ടോ. റിഡോക്സ് കപ്പിൾ. കപ്പിൾ COUPLE കപ്പിൾ കേട്ടോ. ഓർത്ത് നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കപ്പിൾസ് തന്നെയാണ് കേട്ടോ. റിഡോക്സ് കപ്പിൾ അതുപോലെ ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതി. ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ് ടുഗദർ ഈസ് നോൺ ആസ് റിഡോക്സ് കപ്പിൾ. എഴുതുക. ഓക്സിഡേഷൻ ഹാഫ് ആൻഡ് റിഡക്ഷൻ ഹാഫ് ടുഗദർ ഈസ് നോൺ ആസ് റിഡോക്സ് കപ്പിൾ. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന പോയിന്റുകൾ എക്സ്പ്ലെയിൻ കാഥോഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഡിഫൈൻ കാഥോഡ്. അങ്ങനെ ഡിഫൈൻ ടേം എന്ന് പറഞ്ഞിട്ട് പോയിന്റ് ആയിട്ട് തരാം. കാഥോഡിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും നിങ്ങൾ എഴുതുന്നത്? ഇലക്ട്രോഡ് അണ്ടർഗോ എന്താണ്? റിഡക്ഷൻ. ഈ പോയിന്റിൽ കൊണ്ടുപോകാൻ കേട്ടോ. ഓർത്ത് നോക്കാം. പിന്നെ എന്താണ്? കാഥോഡിന് എന്ത് കിടക്കും? എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ചാർജ് ഇലക്ട്രോഡ് കേട്ടോ. ഓർത്ത് നോക്കാം. അത്രയും 2 പോയിന്റ് ആണ് ഓരോന്ന് എഴുതുന്നത്. അപ്പോ ഇവിടെ ആനോഡിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ എന്ത് എഴുതും നിങ്ങൾ? ദ ഇലക്ട്രോഡ് അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് എന്ത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ്. ഇത്രയും ഈ 2 പോയിന്റ് എഴുതുക. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് എഴുതുന്നില്ല. അടുത്ത പോയിന്റ് നമുക്ക് എഴുതാനായിട്ടുള്ളത് മതിയോ? ഇനി നമുക്ക് 2 വേർഡ് എഴുതാനുള്ളൂ. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പോ പറഞ്ഞത്രയൊന്നും സമ്മറൈസ് ചെയ്യാം. ക്വസ്റ്റൻ ഒന്നും ചോദിക്കുന്നില്ല. നമ്മളിന്ന് പഠിച്ചത് എന്തായിരുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. നമ്മളിന്ന് 1.5 hours ഒരു 45 അല്ല, ഒരു 1 hour നമ്മൾ എടുത്തത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ടോ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ആ സമയത്ത് 2-3 ചെയ്യാറ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു മെത്തേഡ് മാത്രം ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്കെലറ്റൽ ഇക്വേഷൻ എഴുതി. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് K2CR2O7 തരുമ്പോ ആരും പറയില്ല ആരെ മാറ്റണം? K
കെനെ മാറ്റണം. അപ്പൊ എന്ത് കിട്ടും? കെ മെറ്റലാണ്, പോസിറ്റീവ് മാറിക്കഴിഞ്ഞാൽ ഇത് ബിക്കം നെഗറ്റീവ്. അപ്പൊ എന്ത് കിട്ടും? Cr2 O7 2 മൈനസ്. പിന്നെ ഏറ്റവും കൂടുതൽ തരാൻ ചാൻസ് ഉള്ളത് എന്താ? KMnO4 ആണ്. KMnO4 കെ മാറിയ MnO4 മൈനസ് Na2SO4 ആണ് ഇതിന്റെ. അപ്പൊ Na മാറിക്കഴിഞ്ഞാൽ SO4 2 മൈനസ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് കൊടുക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ സ്റ്റെപ്പിന് വേറെ കാര്യമൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഓക്സിഡേഷൻ നമ്പർ എക്സ് ഒക്കെ വെച്ച് എഴുതണം. തേർഡ് സ്റ്റെപ്പിൽ പറഞ്ഞു, അവിടെ ശ്രദ്ധിക്കണം. തേർഡ് സ്റ്റെപ്പിൽ എന്തായിരുന്നു ആക്ച്വലി രണ്ടും എങ്ങനെ ഈക്വൽ ആക്കാം. ഓക്സിഡേഷൻ ഹാഫിന് എത്ര കുറഞ്ഞു, റിഡക്ഷൻ ഹാഫിന് എത്ര കുറഞ്ഞു അല്ലെ? അത് രണ്ടും ഈക്വൽ ആക്കാൻ അല്ലെ. ഒരെണ്ണം 4 ഒരെണ്ണം 2 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിന് എന്തുകൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മറ്റേ മൾട്ടിപ്ലൈ ചെയ്യണോ? രണ്ട് ഈക്വൽ ആക്കിയാ പോരെ അല്ലെ? ഓക്കെ, രണ്ട് ഈക്വൽ ആക്കാനാണ് പറഞ്ഞത്. അല്ലെ 4 × 2 8 ആക്കണം നിർബന്ധമില്ല. 3 ഉം 4 ഉം വന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഇക്വേഷന 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മറ്റേ ഇക്വേഷന 4 അല്ലെ? ഓപ്പോസിറ്റ് ആക്കിയിട്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ലോജിക് വെച്ച് ചെയ്യണം. ചിലപ്പോൾ അവിടെ ഓൾറെഡി 3 ഉണ്ടാവും, വീണ്ടും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, വേണ്ട അല്ലെ? അപ്പൊ അവിടെ തന്നേക്കുന്ന നമ്പേഴ്സിനെ വെച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അതാണ് തേർഡ് സ്റ്റെപ്പ്. അത് തെറ്റി അത് ചെയ്താൽ എല്ലാം ചെയ്യാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കിട്ടും. കാരണം എന്താ? ചാർജ് നോക്കുന്നു, H+ ആഡ് ചെയ്യുക, ഡിഫറൻസ് കണ്ടെത്തുക. ഡിഫറൻസ് നമ്മൾ പഠിപ്പിച്ചു. എന്നിട്ട് H+ രണ്ട് സൈഡിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ട് ഈക്വൽ ആയിട്ട് കിട്ടുന്ന എന്താണോ അതിലേക്ക് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പില് H+ന്റെ കൗണ്ട് ചെയ്യുക. ഒരു സൈഡ് റിയാക്ടീവ് സൈഡാണോ പ്രോഡക്റ്റ് സൈഡ് എവിടെയാണോ H+ കൊടുക്കുന്നത് അത് കൗണ്ട് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡില് വാട്ടർ മോളിക്യൂൾ കൊടുക്കുക. അതാണ് എടുത്ത മെയിൻ കാര്യം. മൈൻഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സില് വേറെ ഒന്നുമില്ല. കാരണം ഇതിൽ 2 വേർഡ് എത്തിക്കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ്. അപ്പോ നിങ്ങൾ എല്ലാവരും ആദ്യം മുതലൊന്ന് പഠിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടോ? തെർമോഡൈനാമിക്സോ ഇക്വിലിബ്രിയം ഒക്കെ നോക്കണമെന്നുണ്ടോ? ഇക്വിലിബ്രിയത്തില് ഇക്വിലിബ്രിയം കുറെ പേര് വന്നിട്ടില്ല. അപ്പൊ നോട്ട് കറക്റ്റ് ആക്കണം കേട്ടോ. ഞാൻ ചെക്ക് ചെയ്യും. നോട്ട് എനിക്ക് കറക്റ്റ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വിലിബ്രിയത്തിന്റെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് സമയമുണ്ടോ? അത് ഇക്വിലിബ്രിയം ഒന്ന് റിപ്പീറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടും. നോട്ട് എല്ലാവരും കറക്റ്റ് ആവണം. ഞാൻ നോട്ട് ചെയ്യും. ഇന്നേ വരെയുള്ള നോട്ട് കറക്റ്റ് ആവണം. അപ്പൊ ഇന്നേ വരെ നോട്ട് എഴുതിയിരുന്നാണോ? എഴുതിയാവണം. ഫിനിഷ് ചെയ്ത് ഓൾമോസ്റ്റ് അല്ലേ? ഗ്രൂപ്പിലിട്ടുണ്ട്. എന്നിട്ട് അല്ലെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോ ആരുടെ വേറെ അല്ലേ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പ് ഉണ്ടായി. അപ്പോ അതില് ഒന്ന് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. നോട്ടൊക്കെ എഴുതി ക്ലിയർ ചെയ്ത് തന്നെ വീഡിയോ ഒന്ന് കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം ഏറ്റവും വലിയ ചാപ്റ്റർ ആയിരുന്നു ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ.